ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഇംഗ്ലീഷാണ്, ഗ്രാമർ സീരീസ്. സോ ഗ്രാമർ സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്, അല്ലെങ്കിൽ ക്ലാസ് 1 ആണ്. സോ ഇതിൻ്റെ പാർട്ട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. സോ വീക്ക്ലി ബേസിൽ നമുക്കിത് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മെയിനായിട്ട് ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഗ്രാമർ, അല്ലേ? സോ ഈ ഗ്രാമർ എല്ലാവർക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. നോർമലി നമ്മൾ പഠിച്ച് വെക്കുന്ന കാര്യം ഈ ഒരു എന്താ പറയുന്ന ഒരു റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് വിട്ടുപോകും. സോ എന്താണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് എല്ലാ റൂളും കൃത്യമായിട്ട് അറിയാത്ത ആളല്ലെങ്കിൽ എന്തായിരിക്കും ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ പറ്റില്ല, നെഗറ്റീവ് വരും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റേ ചെയ്യലുണ്ടാവില്ല. സോ ഈ ഒരു ക്ലാസ് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പഠിച്ചു വെക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഓൾറെഡി അറിഞ്ഞ കുറച്ച് ഗ്രാമർ റൂൾസ്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുറച്ച് ഗ്രാമർ റൂൾസും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കിയിട്ടുണ്ടാവും. സോ അതൊന്ന് റിവൈസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസൊക്കെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്യാന്നുള്ളതിന് ഉള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ക്ലാസ് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ തോന്നുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണം. സോ പിന്നെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ക്ലാസ് കംപ്ലീറ്റ്ലി കാണാൻ ശ്രദ്ധിക്കുക. അതിന് കൂടെ തന്നെ ക്ലാസ് കണ്ട് ലാസ്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഓക്കെ, സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, സോ ഇംഗ്ലീഷ് സബ്ജക്റ്റിനെ പറ്റി ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. സോ ഏറ്റവും കൂടെ വെയിറ്റേജ് നമ്മൾ ടയർ 1 ടയർ 2 എടുക്കുന്ന സമയത്ത് ടയർ 2ലേക്ക് എത്തുന്ന സമയത്ത് ഏറ്റവും കൂടെ വെയിറ്റേജ് ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. 45 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഗ്രാമർ ഉണ്ട്, വൊക്കാബ് ഉണ്ട്, കോംപ്രഹെൻഷൻ ഉണ്ട്. സോ ഗ്രാമർ റൂൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാൾ കൃത്യമായിട്ട് ഒരു എന്താ പറയുന്നത് റിവിഷൻ ചെയ്തിട്ട് സെറ്റാക്കി എടുക്കേണ്ടത്. സോ ഈ ഒരു ക്ലാസ് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കൂടുതലും ഈ ക്ലാസ് എന്താ പറയുക, ഇതിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഇതിലെ റൂൾസ് വല്ലപ്പോഴും എടുത്തുനിന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ആസ് എ ബിഗിനർ എന്ന നിലയിൽ അവരെക്കാളും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഓൾറെഡി പഠിച്ച ഒരാളെന്ന നിലയിൽ ഈ ക്ലാസ് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും രീതിയിൽ വെറുതെ ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ ഗ്രാമറിനെ പറ്റി ഒരു റൂൾസും ഒന്നും അറിയാത്ത ഒരാളാണെന്ന നിലയിൽ, ഇപ്പോൾ സബ്ജക്റ്റ് എന്താ, വെർബ് എന്താ, ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യരുത്. കാരണം അത് എത്രത്തോളം മഗപ്പ് എന്താ പറയുക, കംപ്ലീറ്റ് കാണാതെ പഠിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് പോവും. സോ അതിന് പകരമായിട്ട് നിങ്ങൾ ഓൾറെഡി എവിടെയെങ്കിലും ഇപ്പോൾ ഗ്രാമർ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങളൊരു കംപ്ലീറ്റ് ഒരു കോഴ്സ് എടുത്തിട്ട് ഇപ്പോൾ ഗ്രാമർ റൂൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റ് കണ്ട് കഴിഞ്ഞ ശേഷം ഈ ജസ്റ്റ് റൂൾസ് ഒന്ന് എന്താ പറയുന്നത് ഒന്ന് റിവിഷൻ ആക്കി എടുക്കുക. ഓക്കെ, സോ ആസ് എ ബിഗിനർ എന്ന നിലയിൽ ആളുകളോടല്ല എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ആളുകളോട് പറയാനുള്ളതും ഈ ഒരു പോയിന്റാണ്. സോ ഈ ഒരു റൂൾസ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സസ് ഈ ഒരു സീരീസ് കാണുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, വൺസ് നിങ്ങളെ സിലബസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സിലബസ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഉറപ്പായിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അവർ ഇതിൻ്റെ എല്ലാ സീരീസും അല്ലെങ്കിൽ എല്ലാ പാർട്സും കൃത്യമായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇംഗ്ലീഷ് ഗ്രാമർ റൂൾസ്, അതിൽ ഫസ്റ്റ് റൂള് ശ്രദ്ധിക്കണം. ഫസ്റ്റ് റൂള് നിങ്ങൾ കാണുന്നുണ്ടാവും, കുറച്ച് കാര്യങ്ങളുണ്ടാവും. മെനി, നമ്പർ, മെനി എ, ദ നമ്പർ, മോർ ദാൻ 1, മോർ ദാൻ 2, മോർ പേഴ്സൺസ് ദാൻ 1. സോ ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ലെങ്കിൽ, കാരണം കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ഇതിൻ്റെ ഒരു ഐഡിയ എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ലോജിക്ക് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത് ഒരു രീതിയിൽ തെറ്റ് വരാണ്ട് കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എല്ലാം ഒരു സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക, എന്നിട്ട് വല്ലപ്പോഴും എടുത്തൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇത് കാര്യങ്ങൾ മൈൻഡിൽ നിന്ന് പോകും. സോ വല്ലപ്പോഴും എടുത്തൊന്ന് റിവൈസ് ചെയ്യാം. സോ ഇതിൻ്റെ കുറച്ച് ഐഡിയാസ് പറഞ്ഞുതരാം. മെനി, നിങ്ങളിവിടെ നമ്പേഴ്സ് കാണുന്നുണ്ടാവും, മെനി, നമ്പർ. സോ അതിൻ്റെ മുന്നേ, ഇതിലേക്ക് വരുന്നതിന് മുന്നേ എന്താണ് മെനി, അല്ലെങ്കിൽ മെനി വരുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ പ്രതീക്ഷിക്കാം, അത് ശ്രദ്ധിക്കണം. ഓക്കെ, സോ എന്താണ് മെനി? ഇപ്പം ഞാനിവിടെ ഒരു സെൻറ്റൻസ് എഴുതാം. മെനി സ്റ്റുഡൻസ് ഓർ സ്റ്റുഡൻസ് ആർ അറ്റൻഡിങ് ദ ക്ലാസ്. സോ ഫസ്റ്റ് സെൻറ്റൻസ്, മെനി സ്റ്റുഡൻറ്റ് ഓർ സ്റ്റുഡൻസ് ആർ അല്ലെങ്കിൽ ഈസ് വരാം കേട്ടോ. ആർ അല്ലെങ്കിൽ ഈസ്, ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി നമുക്കറിയാം സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്. നമ്മൾ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്, സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കൺകോർഡ്. സോ ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു വേർബ്, നമ്മളൊരു സെൻറ്റൻസിൽ ഒരു വേർബ് എടുക്കുകയാണെങ്കിൽ ആ വേർബ് റിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വേർബിൻ്റെ കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത് സബ്ജക്റ്റ് ഡിനോട്ട് ചെയ്തിട്ടാണ്. സബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേർബ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ശരിയാണോ? പോയിന്റ് ശരിയാണോ? സോ മെനി സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഈ മെനി കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള
ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലൂരൽ ആയിരിക്കും. സ്റ്റുഡന്റ് അല്ല വരിക, സ്റ്റുഡൻസ് ആണ് വരിക. ഓക്കെ ആണോ? മെനി വന്നു കഴിഞ്ഞാൽ അടുത്ത നൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്ലൂരൽ ആയിരിക്കണം. സോ ഓക്കെ അല്ലേ? സോ മെനി എപ്പോഴും, മെനി എവിടെ കണ്ടു കഴിഞ്ഞാലും മെനി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്ലൂരൽ ആയിരിക്കണം. ഇവിടെ വരുന്നത് പ്ലൂരൽ ആയിരിക്കണം. സോ ഈ കേസിൽ മെനി എന്ന് പറയുന്നത് എന്താ? ഈ മെനി എന്ന് പറയുന്നത് ഒരുപാട് പേര്. മെനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പേര്, അല്ലെങ്കിൽ ആ ഒരു മീനിങ്ങിലാണ്. സോ പ്ലൂരൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്ലൂരൽ നൗൺ ആണ് എടുക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞാൽ വേർബ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഈസ് ആറിൽ എടുക്കേണ്ടത് ഇത് സിംഗുലർ ആണ്. സോ ഇത് എന്തായിരിക്കണം? ഹെൽപ്പിംഗ് വേർബ് എന്തായിരിക്കണം? ആയിരിക്കണം. അതും പ്ലൂരൽ ആയിരിക്കണം. കുഴപ്പമില്ലല്ലോ. സോ മെനി വന്നു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, പ്ലൂരൽ അങ്ങ് സെലക്ട് ചെയ്താൽ മതി. അതാണ് ഫസ്റ്റ് പോയിന്റ്. സോ രണ്ടാമത്തേലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണ് പ്രശ്നം വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി വന്നാൽ കുഴപ്പമില്ല. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാര്യം. ഇപ്പോൾ സപ്പോസ് എ ഗ്രേറ്റ് ഒന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു സെന്റൻസ് ഇങ്ങനെ, എ ഗ്രേറ്റ് മെനി സ്റ്റുഡൻറ്റ് ഓർ സ്റ്റുഡൻസ്. എ ഗ്രേറ്റ് മെനി സ്റ്റുഡൻറ്റ് or students സോ ബാക്കി ആർ or ഈസ്, ബാക്കി അങ്ങനെ പോകും. സെന്റൻസിന് ബാക്കി ആവശ്യമില്ല, നമുക്ക് ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ എ ഗ്രേറ്റ് മെനി. അപ്പോൾ നേരത്തെ മെനി ആയിരുന്നു, ഇതിന് മുന്നേ എന്ത് വന്നു? എ ഗ്രേറ്റ് മെനി വന്നു. അപ്പോൾ കൺഫ്യൂഷൻ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ ആണല്ലോ. സോ എ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റുഡൻസിന് പകരം സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഇത് വരും നമ്മുടെ ഉള്ളിൽ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, മുന്നേ ഇവിടെ എന്താണോ വരുന്നത്, സ്റ്റുഡന്റിന് മുന്നേ നമ്മളെ നൗൺ എന്താണോ അതിന് മുന്നേ വരുന്ന വേർഡ് ഏതാ? മെനി അല്ലേ? അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ എ ഗ്രേറ്റ് വന്നാലും അവിടെ ഒന്നും നോക്കണ്ട. മെനി വന്നു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യേണ്ട നൗൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആയിരിക്കണം. അത് കഴിഞ്ഞാൽ മെനി സ്റ്റുഡൻസ് ഈസ് അല്ല വരേണ്ടത് ആണ് വരേണ്ടത്. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. മെനി വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻസേ വരുള്ളൂ, അതേപോലെ ആറേ വരുള്ളൂ. ഓക്കെ അല്ലേ? സോ എ ഗ്രേറ്റ് വന്നു കഴിഞ്ഞാലൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, മെനി സ്റ്റുഡൻസ് എന്നായിരിക്കും വരിക. ക്ലിയർ അല്ലേ? മെനി സ്റ്റുഡൻസ് ഈസ് അല്ല ആണ്. ഏതാണ് വരിക? ആണ്. പക്ഷേ എവിടെയാണ് ഇതിൽ പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മെനി വന്നു കഴിഞ്ഞിട്ട് ഒരു എ ആണ് വരുന്നതെന്ന് വിചാരിക്കും. മെനി എ സ്റ്റുഡൻറ്റ് or students is or are. ഇവിടെയാണ് ഏറ്റവും ആളുകൾക്ക് ഡൗട്ട് വരിക, കൺഫ്യൂഷൻ വരിക. നമ്മൾ നോർമലി വിചാരിക്കും മെനി അല്ലേ, പക്ഷെ മെനി വന്നു കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്? ഒരു എ വരുന്നുണ്ട്. സോ മെനി എ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സിംഗുലർ ആണ്. ഇവിടെയും സിംഗുലർ ആണ്. സിംഗുലർ നൗണും സിംഗുലർ വേർബും ആണ്. ഓക്കെ അല്ലേ? സോ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മെനി എ സ്റ്റുഡൻസ് വരില്ല, അതേപോലെ തന്നെ എന്ത് വരില്ല? പ്ലൂരൽ വേർബും വരില്ല. എന്തേ വരുള്ളൂ? ഈസേ വരുള്ളൂ. സോ മെനി എ വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റും സിംഗുലർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ നൗണും സിംഗുലർ ആയിരിക്കണം, വേർബും സിംഗുലർ ആയിരിക്കണം. ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇനി നേരെ തിരിച്ച് മോർ ദാൻ വൺ, ഇവിടെയും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മോർ ദാൻ വൺ സ്റ്റുഡൻറ്റ് ഓർ സ്റ്റുഡൻസ്. സോ അടുത്തൊരു പോയിന്റ് ആണ്. ഇതൊക്കെ നമ്മൾ PDF പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ മുന്നേ ജസ്റ്റ് ഇതിന്റെ ഒന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാം. മോർ ദാൻ വൺ സ്റ്റുഡൻസ് ഓർ സ്റ്റുഡൻറ്റ് ഈസ് ഓർ ആർ. ബാക്കി സെന്റൻസ് ഞാൻ എഴുതുന്നില്ല, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളൂ. മോർ ദാൻ വൺ സ്റ്റുഡൻസ് ഓർ സ്റ്റുഡൻറ്റ് ഈസ് ഓർ ആർ. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു സെന്റൻസ് കൂടെ എഴുതാം. മോർ ദാൻ 2 സ്റ്റുഡൻറ്റ് or students is or are. ഓക്കെ. സോ ഈ രണ്ട് കാര്യങ്ങളൊന്നും പ്രത്യേകം നോട്ട് ചെയ്യണം. മോർ ദാൻ വണ്ണും മോർ ദാൻ ടൂവും. സോ മോർ ദാൻ വൺ സ്റ്റുഡൻറ്റ്. സോ ഇങ്ങനത്തെ സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറും നമ്മുടെ മലയാളവും നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ അതിൽ തെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്ട് ഈ ഒരു കാര്യം ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. മോർ ദാൻ വൺ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നിൽ കൂടുതൽ ഇല്ലേ എന്നുള്ളൊരു ഐഡിയ നമ്മുടെ മുന്നിലേക്ക് വരും. ക്വസ്റ്റ്യൻസ് തെറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മോർ ദാൻ എന്തോ ആയിക്കോട്ടെ, ഇവിടെ എന്താ ഉള്ളത്? സബ്ജക്റ്റ് എന്താ ഉള്ളത്? വൺ അല്ലേ? ഒറ്റ ഒന്നല്ലേ ഉള്ളൂ. ഈ വണ്ണ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് സെലക്ട് ചെയ്യരുത്, സ്റ്റുഡൻ്റ് ആണ് വരിക. അതേപോലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവിടെ ഏതേ വരുള്ളൂ? ഈസേ വരുള്ളൂ. ഓക്കെ ആണോ? മോർ ദാൻ വൺ. സോ ഈ വണ്ണ് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ ആണോ? വണ്ണ് നോക്കുകയാണെങ്കിൽ ഏതേ വരുള്ളൂ? സ്റ്റുഡൻറ്റേ വരുള്ളൂ. ഒരിക്കലും നിങ്ങൾ എന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്? നമ്മുടെ ലാംഗ്വേജിലേക്ക്, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തെറ്റിക്കരുത്. മോർ ദാൻ വൺ സ്റ്റുഡൻറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. സോ ഈ കേസിലാണെങ്കിൽ മോർ ദാൻ, ഇവിടെ രണ്ടില്ലേ?
ടു ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പ്ലൂരലേ വരുള്ളൂ. ഇവിടെ കൺഫ്യൂഷൻസ് വരുന്നില്ല. ടു വന്നു കഴിഞ്ഞാൽ ഏതേ സെലക്ട് ചെയ്യുള്ളൂ, സ്റ്റുഡൻസേ സെലക്ട് ചെയ്യുള്ളൂ, അതേപോലെ ആറേ സെലക്ട് ചെയ്യുള്ളൂ. ഓക്കെ ആണോ? സോ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നല്ല പോയിന്റ് ആണ്. മോർ വന്നു കഴിഞ്ഞാൽ, മോറിന്റെ എല്ലാ കേസും കണ്ടിട്ടുണ്ട്. മോറിന്റെ എവിടെ വരാം, അതുപോലെ മോർ ദാൻ രണ്ട് കേസ്, മോർ ദാൻ വൺ സ്റ്റുഡൻറ്റും അതുപോലെ മോർ ദാൻ 2 സ്റ്റുഡൻസും ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഏറ്റവും മെയിൻ ആയിട്ട് പറയുന്നതാണ് മെനി വന്നു കഴിഞ്ഞാൽ പ്ലൂരലേ സെലക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ മെനി കഴിഞ്ഞിട്ട് എ വരികയാണെങ്കിൽ, മെനി എ എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സിംഗുലർ സെലക്ട് ചെയ്യും. ഇത്രയും ഓക്കെ അല്ലടാ? ഇത്രയും കൺഫ്യൂഷൻസ് ഇല്ലാന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ, പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കും പറയുന്നത് എന്താണ് ഇതിൻ്റെ ലോജിക്ക്, എന്തുകൊണ്ടാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്ക്, മോർ ദാൻ വൺ എന്ന് കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി മോർ ദാൻ 2 സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ മോർ ദാൻ 1 സ്റ്റുഡൻറ്റ്. ഈ ഒരു സെൻറ്റൻസ് നോക്ക്, ഇവിടെ ഈ സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നൗൺ അല്ലേ? സോ ഈ കേസിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പം മോർ ദാൻ 1 സ്റ്റുഡൻറ്റ്. സോ ഈ കേസിൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിൻ്റെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർട്ട് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നൗൺ ആണ്. ഇവിടെ നൗണിൻ്റെ മുന്നേ വരുന്ന ഇവൻ ആരാണ്? മോർ ദാൻ വൺ സ്റ്റുഡൻറ്റ്. അപ്പം ഇവൻ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. എന്താണ് അഡ്ജക്റ്റീവ്? കുറച്ച് ഒന്നും കൂടെ വെച്ച് പറയുകയാണെങ്കിൽ, ഇവൻ ഇതിൽ ഡിറ്റർമിനർ ആണ്. എന്താണ് ഡിറ്റർമിനർ? സോ ഡിറ്റർമിനർ എന്താവരുത്? ഡിറ്റർമിനറിന്റെ കേസ് നോക്കിയിട്ടല്ല എന്ത് പറയരുത്, നമ്മൾ വേർബ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ വേർബ് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് ആരാണ്? സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ നോക്കിയിട്ടാണ്. സബ്ജക്റ്റ് നോക്കിയിട്ടാണ് എന്ത് സെലക്ട് ചെയ്യുക? വേർബ് സെലക്ട് ചെയ്യുക. ഓക്കെ. സോ സബ്ജക്റ്റ് ഇവിടെ മോർ ദാൻ ആട്ടെ ഉദ്ദേശിച്ചത് വൺ സ്റ്റുഡൻറ്റ് ആണ്. വൺ സ്റ്റുഡൻറ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് സിംഗുലർ. 2 സ്റ്റുഡൻറ്റ് ആണെങ്കിൽ, 2 സ്റ്റുഡൻസ് ആണ് എടുക്കുന്നതെങ്കിൽ വേർബ് എന്ത് വരും? ആറ് വരും. സോ ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം, ശ്രദ്ധിക്കും. സോ ഓക്കെ, ശ്രദ്ധിക്കും. സോ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. മെനി വന്നു കഴിഞ്ഞാൽ, മെനി അല്ലെങ്കിൽ നമ്പർ വന്നു കഴിഞ്ഞാൽ പ്ലൂരലേ സെലക്ട് ചെയ്യുള്ളൂ. ഇവിടെ വേർബും പ്ലൂരലേ സെലക്ട് ചെയ്യുള്ളൂ. മെനി വന്നു കഴിഞ്ഞു. ഇനി മെനിന്റെ ഇവിടെ വന്നു കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. മെനി. സോ മെനി വന്നു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ എടുക്കേണ്ട സബ്ജക്റ്റിന് മുന്നേ ഉണ്ടാവുക മെനിയാണ് അല്ലെങ്കിൽ നമ്പർ ആണ്. സോ ഈ കേസിലും നൗൺ പ്ലൂരൽ ആണ് സെലക്ട് ചെയ്യേണ്ടത്, വേർബും എന്താ സെലക്ട് ചെയ്യുക? പ്ലൂരൽ ആണ്. പക്ഷേ മെനി സോ ഇതൊന്ന് സ്റ്റാർ ചെയ്ത് വെക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെനി വന്നു കഴിഞ്ഞാൽ നൗൺ എന്തേ സെലക്ട് ചെയ്യുള്ളൂ? സിംഗുലറെ സെലക്ട് ചെയ്യുള്ളൂ. വേർബ് എന്തേ സെലക്ട് ചെയ്യുള്ളൂ? സിംഗുലറെ സെലക്ട് ചെയ്യുള്ളൂ. സോ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? തെറ്റ് വരാൻ ചാൻസ് ഉള്ള പോയിന്റ് ആണ്. ഇനി അടുത്തത് ദ മെനി അല്ലെങ്കിൽ ദ നമ്പർ. സോ വീണ്ടും ഞാൻ പറയുന്നു, ഇവിടെ ആർട്ടിക്കിൾ വന്നാലും ദ വന്നാലും അടുത്തുള്ളത് മെനി അല്ലേ, അടുത്തുള്ളത് നമ്പർ അല്ലേ? സോ ഈ കേസിൽ എന്തേ സെലക്ട് ചെയ്യുള്ളൂ? പ്ലൂരലേ സെലക്ട് ചെയ്യുള്ളൂ. പക്ഷേ എന്ത് ശ്രദ്ധിക്കണം? വേർബ് സെലക്ട് ചെയ്യേണ്ടടുത്ത് സിംഗുലർ ആണ് വരിക. എന്താണ് വരിക? സിംഗുലർ. സോ ഇത് വീണ്ടും സ്റ്റാർ ഇട്ട് വെക്കാം. ഓക്കെ. ദ മെനി ദ നമ്പർ വന്നാലും നൗൺ ഏതേ സെലക്ട് ചെയ്യുള്ളൂ? പ്ലൂരലേ സെലക്ട് ചെയ്യുള്ളൂ. പക്ഷേ നേരെ തിരിച്ച് വേർബിലേക്ക് വരികയാണെങ്കിൽ വേർബ് എന്തേ സെലക്ട് ചെയ്യുള്ളൂ? സിംഗുലർ വേർബ് ആയിരിക്കണം. ഓക്കെ അല്ലേ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു മോർ ദാൻ 1 മോർ ദാൻ 2. സോ ഈ രണ്ട് കാര്യങ്ങളും അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. മോർ ദാൻ 1 ആണെങ്കിൽ സിംഗുലർ ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ 1 നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഈ കേസിലും സിംഗുലർ തന്നെയാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മോർ ദാൻ 2 ആണെങ്കിലോ, 2 നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 2 ആണെങ്കിൽ നൗൺ എന്താണ്? പ്ലൂരൽ. നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്താണ്. വേർബ് എന്താണ്? പ്ലൂരൽ ആണ്. ഇനി മോർ പേഴ്സൺ ദാൻ വൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ട നൗണ് പ്ലൂരൽ ആണ്, അതേപോലെ വേർബ് പ്ലൂരൽ ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്ക്. സോ ഫസ്റ്റ് എക്സാമ്പിൾ. സോ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് ഓരോ പോയിന്റും വായിച്ച് പഠിച്ചു പോവാം. നോക്കി ശ്രദ്ധിക്കണം. ഓക്കെ. മെനി എ വന്നു കഴിഞ്ഞാൽ ഗേൾ വരുമോ ഗേൾസ് വരുമോ? നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒന്നുകൂടെ നോക്കി പ്രത്യേകിച്ച് പറഞ്ഞു പോവാം. മെനി എ വന്നു കഴിഞ്ഞാൽ ഏത് സെലക്ട് ചെയ്യില്ല? ഗേൾസ് സെലക്ട് ചെയ്യില്ല. ഏതേ വരുള്ളൂ? ഗേളേ വരുള്ളൂ. ഓക്കെ അല്ലേ? മെനി എ ഗേൾ ഗോ അല്ലെങ്കിൽ ഗോസ്. കാരണം ഗേൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരേ വരുള്ളൂ? സിംഗുലറേ വരുള്ളൂ. ഉത്തരം എന്ന് പറയുന്നത് ഗോസ് ആയിരിക്കും. ഗോ പ്ലൂരൽ അടാ. അതിന്റെ V1 ഫോം ഏതാണ്? V1 അല്ലെ ES ഫോം വരുന്ന സമയത്ത് ഗോസ് അല്ലേ സെലക്ട് ചെയ്യേണ്ടത്. സോ മെനി എ ഗേൾ ഗോസ് ടു കോളേജ് ഇൻ ടൈം. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് വൺ ഓക്കെ ആണ്. ഇനി രണ്ടാമത്തേലേക്ക് വാ. എ ഗുഡ് മെനി. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, മെനി വന്നു കഴിഞ്ഞാൽ ആരെ സെലക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ? ഗേൾസെ സെലക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. മെനി എന്ന് പറയുന്നത് പ്ലൂരലല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഗേൾസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗോസ് വരുമോ? ഇല്ല. ഏതേ വരുള്ളൂ? ഗോയെ വരുള്ളൂ. സോ
രണ്ട് കേസിൽ വരാം. മെനിയുടെ മുന്നേയും എ വരാം, മെനി കഴിഞ്ഞിട്ടും എ വരാം. മെനി കഴിഞ്ഞിട്ട് എ ആണ് വരുന്നതെങ്കിൽ സിംഗുലറേ വരുള്ളൂ. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ അല്ലേ? രണ്ടാമത് മെനിയുടെ മുന്നേ ആണ് ആർട്ടിക്കിൾ എ വരുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ റൂളാണ് പ്ലൂരൽ പ്ലൂരൽ. ഓക്കെ. മൂന്നാമത്തത് മെനി എ മാൻ, മെനി എ. സോ വീണ്ടും ഈ കേസിൽ ആര് വന്നു? മെനി എ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞത്? എ വന്നു കഴിഞ്ഞാൽ ഹാവ് വരുമോ ഹാസ് വരുമോ? ഹാവ് വരില്ല. ഏതേ വരുള്ളൂ? ഹാസേ വരുള്ളൂ. ഫസ്റ്റ് ഫോം അല്ലേ? ഹാസേ വരുള്ളൂ. കം ടു ഇന്ത്യ ഫ്രം കാനഡ ടു ലീവ് ഹിയർ പെർമനന്റ്ലി. പ്രത്യേകിച്ച് പ്രശ്നമല്ല, ഹാസേ വരുള്ളൂ. ഇനി അടുത്തത് എ ഗ്രേറ്റ് മെനി സ്റ്റുഡൻറ്റ് ഹാവ് ബീൻ ഡിക്ലെയർഡ് സക്സസ്ഫുൾ. എ ഗ്രേറ്റ് മെനി. കാരണം എന്ത് വരണം? എ ഗ്രേറ്റ് വന്നു കഴിഞ്ഞാൽ മെനി നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് വരില്ല. ഏതേ വരുള്ളൂ? സ്റ്റുഡൻസേ വരുള്ളൂ. നമ്മൾ നേരത്തെ എഴുതിയ അതേ കാര്യങ്ങൾ തന്നെ കുറച്ച് എക്സാമ്പിൾ ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുവരെ ഓക്കെ അല്ലേ? സോ റീപ്ലേസ് സ്റ്റുഡൻറ്റ് വിത്ത് സ്റ്റുഡൻസ് ബിക്കോസ് ഹിയർ ദ വെർബ് ഹാവ് ഈസ് പ്ലൂരൽ. ഹെൻസ് ദ നൗൺ ഫോളോയിങ് മെനി വിൽ ബി പ്ലൂരൽ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണ് അടുത്ത് നോക്ക്. സോ മോർ ദാൻ വൺ, നേരത്തെ പറഞ്ഞ അടുത്ത കേസ്. ഓക്കെ. സോ എക്സാമ്പിളും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു നോട്ടോ അല്ലെങ്കിൽ കുറച്ച് പേജസോ മാറ്റി വെക്കുക. ഇനി ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ക്ലാസ് ഇടുന്ന സമയത്തും അത് കംപ്ലീറ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് വല്ലപ്പോഴും എടുത്തൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതലാണെന്ന് വിചാരിച്ച് തെറ്റിക്കരുത്. ഞാൻ പറഞ്ഞു ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. മോർ ദാൻ വൺ അല്ലേ വരുന്നത്. സോ റൂംസ് വരില്ല. എന്തേ വരുള്ളൂ? റൂമേ വരുള്ളൂ. റൂം വന്നു കഴിഞ്ഞാൽ 6 വരുമോ? ഈസേ വരുള്ളൂ. സെറ്റ് അല്ലേ? മോർ ദാൻ വൺ. സോ മലയാളീകരിക്കേണ്ട, 1 നോക്കിയാൽ മതി. അടുത്തത് മോർ ദാൻ 2, 2 അല്ലേ വരുന്നത്? 2 വന്നു കഴിഞ്ഞാൽ റൂം വരും, അതേപോലെ 6 വരും. സോ റൂംസ് ആർ. ക്ലിയർ ആണല്ലോ? സോ രണ്ടാമത്തെ ക്വസ്റ്റിനും ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്തത് മോർ വന്നു കഴിഞ്ഞാൽ എന്തേ വരുള്ളൂ? മോർ വന്നു കഴിഞ്ഞാൽ കൂടുതൽ എന്നുള്ളതേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. മെനി വരുന്ന പോലെ തന്നെ മെനീന്റെ അതേ കണ്ടീഷൻ. സോ റൂം വരില്ല. ഏതേ വരുള്ളൂ? റൂംസേ വരുള്ളൂ. റൂംസ് ദാൻ വൺ. മോർ റൂംസ് ദാൻ വൺ. സോ ഈ കേസിൽ എന്തേ വരുള്ളൂ? ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? ഈ കേസിൽ ഈസ് ആണോ ആറാണോ? സോ ഈ കണ്ടീഷൻ നോക്കിക്കാൻ. സോ മോർ റൂംസ്. അപ്പോൾ പറഞ്ഞത് ഇത് തന്നെയാണ്. മോർ വന്നു കഴിഞ്ഞാൽ നേരത്തെ പോലെ ഇതുപോലെ ഇവിടെ മോർ ദാൻ 1 ആയിരുന്നു. ഇവിടെ മോർ റൂംസ് അല്ലെങ്കിൽ റൂംസ് ദാൻ 1 എന്നാണ് പറയുന്നത്. സോ ഈ കേസിൽ എന്ത് നോക്കിയാൽ മതി? മോർ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്തേ വരുള്ളൂ? പ്ലൂരലേ വരുള്ളൂ. ഓക്കെ. സോ ഈ കേസിൽ മോർ വന്നു കഴിഞ്ഞാൽ റൂം സെലക്ട് ചെയ്യരുത്, റൂംസേ വരുള്ളൂ. മോർ റൂംസ് ദാൻ 1. സോ ഈ കേസിൽ മോർ റൂംസ് ആണെങ്കിൽ ഒരിക്കലും സിംഗുലർ വരില്ല. ഏതേ വരുള്ളൂ? 6 വരുള്ളൂ. ഓക്കെ അല്ലേ? സോ റൂംസ് ആർ. ഇനി ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് ഞാൻ പറഞ്ഞു. ദ നമ്പർ വന്നു കഴിഞ്ഞാൽ ഏതേ സെലക്ട് ചെയ്യേണ്ടുള്ളൂ? സിംഗുലറേ സെലക്ട് ചെയ്യുള്ളൂ. ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് ഈ സ്മോൾ. സോ ഈ കേസിൽ എന്ത് വരും? ഓഫ് എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആണ്. സോ ഇതെന്ത് വരും? പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് വരും. പ്രിപ്പോസിഷണൽ ഒബ്ജക്റ്റ് വരും. സോ ഈ കേസിൽ ആരെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? വെർബ് ദ നമ്പർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ എടുക്കേണ്ട വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഇനി ദ നമ്പർ ഓഫ് ഓഫ് എന്ന് കഴിഞ്ഞാൽ ഓഫ് എന്താ? വീണ്ടും ഓഫ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ കേസൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓഫ് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ പ്രിപ്പോസിഷൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ചില കേസിൽ സെലക്ഷൻ ചൂസ് ചെയ്യും. സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെന്ന് ഒന്ന് സെലക്ട് ചെയ്യുക. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്. ഇതാണ് കൺഫ്യൂഷൻ വരിക. സോ ഓഫ് വന്നു കഴിഞ്ഞാൽ വരേണ്ട ഇതെന്ന് പറയുന്നത് പ്ലൂരൽ ആയിരിക്കണം. ഏതിൽ? സെലക്ഷന്റെ കേസിൽ. ഓക്കെ. സോ ഇവിടെയും സെലക്ഷൻ അല്ലേ? ദ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് അല്ല, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. ഓക്കെ. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വാസ് ഓർ വേർ. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെ പറ്റിയാണ് പറയുന്നത്? ദ നമ്പറിനെ പറ്റിയാണ് പറയുന്നത്. ദ നമ്പർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ ഏതേ സെലക്ട് ചെയ്യുള്ളൂ? വാസേ സെലക്ട് ചെയ്യുള്ളൂ. സോ ഇത് വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂഷൻസ് ഉണ്ടാവും. ദ നമ്പർ ഓഫ് വന്നു കഴിഞ്ഞാൽ എന്തേ സെലക്ട് ചെയ്യുള്ളൂ? ഓഫ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും സെലക്ഷൻ ആണെങ്കിൽ പ്ലൂരൽ സെൻസിലേ യൂസ് ചെയ്യുള്ളൂ. സെലക്ഷൻ ആണെങ്കിൽ പ്ലൂരൽ സെൻസിലേ നമ്മൾ വേർബ് സെലക്ട് ചെയ്യുള്ളൂ. ഓക്കെ. സോറി, നൗൺ സെലക്ട് ചെയ്യുള്ളൂ. സോ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വാസ് ഓർ വേർ ലോ. സോ ഇത് വരില്ല, വേർ വരില്ല. സെലക്ട് ചെയ്യേണ്ടത് വേർബ് ഏതാണ്? വാസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേടാ? സോ നെക്സ്റ്റ് അടുത്ത് നോക്ക്. സോ റൂൾ നമ്പർ 2. സോ ഇത്രയാണ് റൂൾ നമ്പർ 1. സോ ഇതിൽ ഒന്നും കൂടെ ജസ്റ്റ് പറഞ്ഞു പോയതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതാണ് മെനി എ. ഓക്കെ അല്ലേ? സോ പിന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് എ മെനി എ നമ്പർ. അതേപോലെ മോർ ദാൻ 1 മോർ ദാൻ 2 ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. ക്ലിയർ? സോ അടുത്ത് നമുക്ക് റൂൾ നമ്പർ 2. സോ റൂൾ നമ്പർ 2 എന്താ പറയുന്നത്? ഇഫ് പ്രൊനൗൺസ് ലൈക്ക് സംബഡി. ശ്രദ്ധിക്കുക. പ്രൊനൗൺസ് ലൈക്ക് സംബഡി. അതേപോലെ തന്നെ anybody, everyone, something, etc. are followed by else. Apostrophe s is used with else ആണ്. അപ്പോൾ നോക്ക്. സോ ക്വസ്റ്റ്യൻ നോക്കണം. ഈ കേസിൽ ഇപ്പോൾ സംബഡി മാത്രമാണെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. സംബഡീസ് പേഴ്സ് ആരുടെയോ പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്?
സ്റ്റോളൻ കളഞ്ഞു മീൻസ് കളവ് പോയിട്ടുണ്ട്, അതാണ് ഓക്കെ. ആ ഒരു സെന്റൻസ് കുഴപ്പമില്ല, അതിനെപ്പറ്റി അല്ല പറയുന്നത്. സംബഡീന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാം. സോ നോർമലി ഈ അപ്പോസ്ട്രോഫി എസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എടാ ഈ അപ്പോസ്ട്രോഫി എസ് നോർമലി ഡിനോട്ട് ചെയ്യുന്നത് പൊസഷനെയാണ്, നമ്മുടെ കയ്യിൽ, നമ്മുടെ പൊസസ്. ഇപ്പോൾ ഐ ഹാവ് എ കാർ അല്ലെങ്കിൽ എൻ്റെ കാർ, മൈ കാർ. സോ ഈ മൈ കാർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നുള്ളൂ മൈ കാർ. ഈ കേസിൽ നമ്മുടെ കാർ എന്നല്ലേ പറയാം, നമ്മുടെ പൊസസ് ചെയ്യും, നമ്മുടെ പൊസഷൻ ആണത് അല്ലേ. സോ ഈ കേസിലൊക്കെ പൊസസീവ് പ്രൊനൗൺ എന്നൊക്കെ നമ്മൾ പറയും, പൊസസീവ് പ്രൊനൗൺ. സോ ഈ കേസിൽ പൊസസീവ് പ്രൊനൗൺ, പൊസസീവ് അഡ്ജക്റ്റീവ്. സോ ഈ കേസൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അതുപോലെ ഈ പൊസഷൻ ഡിനോട്ട് ചെയ്യുന്ന കാര്യമാണ് എന്ത്, അപ്പോസ്ട്രോഫി എസ്. ഓക്കെ. സോ ഈ കേസിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. സംബഡി, എനിബഡി ഒക്കെ വന്നു കഴിഞ്ഞാൽ സംബഡിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോസ്ട്രോഫി എസ് വരാം. പക്ഷെ കാര്യം ഇവിടെയാണ്, ഒരിക്കലും ഇങ്ങനെ പറയരുത്, സംബഡി എൽസസ് പേഴ്സ് ഹാസ് ബീൻ സ്റ്റോളൻ എന്ന് പറയരുത്. ഓക്കെ. എൽസ് വന്നു കഴിഞ്ഞാൽ, സംബഡി നോബഡിയുടെ കൂടെയൊക്കെ എൽസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താ പറയുന്നത്, സംതിങ് എക്സെട്ര ഫോളോഡ് ബൈ എൽസ്. അപ്പോസ്ട്രോഫി എസ് ഈസ് യൂസ് വിത്ത് ആരുടെ കൂടെയാണ്, എൽസിന്റെ കൂടെയാണ്. സോ സംബഡിന്റെ കൂടെ എന്ത് യൂസ് ചെയ്യരുത്, എൽസ് അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യരുത്. മീൻസ് സംബഡിന്റെ കൂടെ ചെയ്യരുത്, എൽസിന്റെ കൂടെയാണ് യൂസ് ചെയ്യുള്ളൂ. അതാണ് ഈ ഒരു റൂള് പറയുന്നത്. അപ്പോൾ സംബഡിയുടെ കൂടെ ആയിക്കോട്ടെ, നോബഡിയുടെ കൂടെ ആയിക്കോട്ടെ, എവിടെ എൽസ് വന്നു കഴിഞ്ഞാൽ സംബഡിന്റെ കൂടെ, സംബഡീസ് എൽസസ്, രണ്ട് അപ്പോസ്ട്രോഫി എസ് ഒരിക്കലും ഒരുമിച്ച് വരില്ല. ആ ഒരു റൂളും കൂടെ പഠിച്ചു വെക്കുക. രണ്ട് അപ്പോസ്ട്രോഫി എസ് ഒന്നും ഒരിക്കലും ഒരുമിച്ച് വരില്ല. പോയിന്റ് ഓക്കെ ആണോ? സോ ഈ കേസ് എന്ത് മാറ്റാം, സംബഡിന്റെ കൂടെയുള്ള എസ് അപ്പോസ്ട്രോഫി എസ് അങ്ങ് കളഞ്ഞാൽ മതി. സോ എന്ത് ഉത്തരം വരും, സംബഡി എൽസസ് പേഴ്സ് ഹാസ് ബീൻ സ്റ്റോളൻ. അങ്ങനെ ശരിയാക്കിയാൽ പോരെ, സംബഡി എൽസസ് പേഴ്സ് ഹാസ് ബീൻ സ്റ്റോളൻ. സോ ഈ സെന്റൻസ് കറക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ ഇങ്ങനെ വരും, സംബഡി എൽസസ് പേഴ്സ് ഹാസ് ബീൻ സ്റ്റോളൻ. ഓക്കെ ആണോ? അടുത്ത നോക്ക്, നാലാമത്തത്, റാംസ് അങ്കിൾസ് ഫ്രണ്ട്. ഒരിക്കലും പറയരുത്, ഞാൻ വീണ്ടും പറയുന്നു, രണ്ട് അപ്പോസ്ട്രോഫി എസ് ഒരിക്കലും ഒരുമിച്ച് വരരുത്. സോ ഈ അപ്പോസ്ട്രോഫി എസ്, ഒരു അപ്പോസ്ട്രോഫി എസ് എന്തിലേക്ക് മാറ്റുക, ഓഫിന്റെ സെൻസിലേക്ക് മാറ്റുക. ഓഫ്, കാരണം ഓഫ് എന്ന് പറയുന്നത് എന്താണ്, പൊസഷൻ ആണ്. സോ ഇവിടെ നോക്കണം, റാംസ് അങ്കിൾസ് ഫ്രണ്ട് എന്ന് പറയുന്നത് അർത്ഥം മാറാതെ സെന്റൻസ് റീഅറേഞ്ച് എങ്ങനെയാണ് ചെയ്യുക, ഫ്രണ്ട് ഓഫ് റാംസ് അങ്കിൾ. ഈ ഫ്രണ്ടിനെ എടുത്തിട്ട് ഈ അപ്പോസ്ട്രോഫി എടുത്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ഇടുക. അപ്പോൾ ഓഫ് യൂസ് ചെയ്താൽ മതി, വിത്ത് ദ ഹെൽപ്പ് ഓഫ്. സോ ഫ്രണ്ട് ഓഫ് റാംസ് അങ്കിൾ. സോ ഇങ്ങനെ പറഞ്ഞാലും പ്രത്യേകിച്ച് മാറ്റം വരാനില്ല. സോ ഇതാണ് രണ്ടാമത്തെ റൂള്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പ്രൊനൗൺ ലൈക്ക് സംബഡി, എനിബഡി, എവരിവൺ, സംതിങ്. സോ ഈ 4 വാക്കിന്റെ കൂടെയും അപ്പോസ്ട്രോഫി എസ് എൽസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യില്ല. ഓക്കെ. എൽസ് ഉണ്ടെങ്കിൽ എൽസ് കഴിഞ്ഞിട്ടേ നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ, അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യുള്ളൂ. സംബഡി എൽസസ് പേഴ്സ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സോ ഇതാണ് രണ്ടാമത്തെ റൂള്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളാണ് റൂൾ നമ്പർ 3. കോമ്പൗണ്ട് നൗൺ ഇസ് എ നൗൺ വിച്ച് ഈസ് എ മെയ്ഡ് ഓഫ് 2 or more വേർഡ്സ്. സോ കോമ്പൗണ്ട് നൗണിന്റെ കേസാണ് പറയുന്നത് റൂൾ നമ്പർ 3. ഓക്കെ അല്ലേ? സോ ശ്രദ്ധിക്കണം. സോ റൂൾ നമ്പർ 3. ഓക്കെ. സോ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയുള്ള കാര്യങ്ങൾ. കോമ്പൗണ്ട് നൗണ് പ്ലൂരൽ ആക്കണമെങ്കിൽ, കോമ്പൗണ്ട് നൗണ് ഇങ്ങനെ സൺ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, കമാൻഡർ ഇൻ ചീഫ്, പാസർ ബൈ, ഓൺ ലുക്കർ, മെയ്ഡ് സെർവൻ, ഇതുപോലെ കേസാണ് കോമ്പൗണ്ട് നൗൺ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഈസ് മെയ്ഡ് ഓഫ് 2 or more വേർഡ്സ്. രണ്ടോ അതിൽ കൂടുതലോ വേർഡ്സ് യൂസ് ചെയ്യുന്നതാണ് എന്ത്, കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. സോ ഇതിന്റെ പ്ലൂരൽ എന്ന് പറയുന്നത്, ഇതിന്റെ പ്ലൂരൽ എല്ലാ ഷിഫ്റ്റിലും അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ഇതിന്റെ ഒരു ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. സോ ഇത് പ്ലൂരൽ ആവുന്ന കേസ് തെറ്റായിട്ടായിരിക്കും ക്വസ്റ്റ്യനിൽ തരിക. അത് ശരിയാക്കി എഴുതുക, അല്ലെങ്കിൽ ആ ഒരു തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. സോ അതിന്റെ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനത്തെ ഒരു വേർഡ്, ഈ കോമ്പൗണ്ട് നൗൺ പ്ലൂരലാക്കി മാറ്റണമെങ്കിൽ, നിങ്ങൾ ഏറ്റവും കൂടെ പോയിന്റ് ചെയ്യേണ്ടത്, അല്ലെ ഏറ്റവും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലേതാണോ മെയിൻ വേർഡ്, ആ മെയിൻ വേർഡിനെയാണ് നമ്മൾ പ്ലൂരലാക്കി മാറ്റേണ്ടത്. ഓക്കെ ആണോ? ഇതിലേതാണോ മെയിൻ വേർഡ്, ആ മെയിൻ വേർഡിനാണ് നമ്മൾ എന്താക്കി മാറ്റേണ്ടത്, പ്ലൂരലാക്കി മാറ്റേണ്ടത്. ഓക്കെ. സോ ഇവിടെ നോക്കടാ, മരുമകൻ, സണ്ണിലോ മരുമകൻ. സോ ഇതിന്റെ പ്ലൂരൽ എന്ന് പറയുന്നത്, ഇതിൽ മെയിൻ വേർഡ് ഏതാടാ, മെയിൻ വേർഡ് അല്ലെങ്കിൽ നൗൺ ഏതാണ്, സൺ അല്ലേ. സോ സണ്ണിനെ പ്ലൂരലാക്കിയ സൺസ് ഇൻ ലോ. ഒരിക്കലും പോയിട്ട് എന്ത് എഴുതരുത്, സൺ ഇൻ ലോസ് ആക്കരുത്. സോ ഇത് തെറ്റാണ്. ഇതായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസിൽ കാണുക. ആ ക്വസ്റ്റ്യൻ അപ്പം തന്നെ മൈൻഡ് ചെയ്യണം. സൺ ഇൻ ലോ, നമ്മൾ എപ്പോഴും ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ ചില കീവേഡ്സ് നിങ്ങൾ മൈൻഡിൽ വെക്കുന്നത് വളരെ ആവശ്യമാണ്. ചില കീവേഡ്സ് അതിൽ പെട്ട ഒന്നാണ് ഈ സൺ ഇൻ ലോസ്. ഈ ലോസ് ഒക്കെ കാണുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് നിങ്ങളെ മൈൻഡിൽ കണക്ട് ചെയ്യേണ്ട പോയിന്റ് തെറ്റാണ്. അതങ്ങനെ വരില്ല. സോ സൺസ് ഇൻ ലോന്നേ വരുള്ളൂ. ഓക്കെ. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സൺസ് ഇൻ ലോ. ഓക്കെ അല്ലേടാ? അടുത്തത് ബ്രദർ ഇൻ ലോ. അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ബ്രദേഴ്സ്, ഇവിടെ ഏറ്റവും മെയിൻ വേർഡ് ഏതാണ്, ബ്രദേഴ്സ് ആണ്. സോ ബ്രദർ ആണ്. സോ ബ്രദേഴ്സ് ആക്കി. സോ അത് പ്ലൂരലാക്കി. ഇനി അടുത്തത് കമാൻഡർ ഇൻ ചീഫ്. എടാ നോർമലി ഒരു വേർഡ് ചീഫ് എന്ന് മാത്രമാണെങ്കിൽ പ്രശ്നമില്ല. ചീഫ് എന്ന് പറയുന്ന നൗൺ ആണെങ്കിൽ ഇതിന്റെ പ്ലൂരൽ എന്താണ്, ചീഫ്സ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല. ചീഫിന്റെ
പ്ലൂരൽ എന്താണ്? ചീഫ്സ് ആണ്. പക്ഷെ അതല്ല ഇവിടുത്തെ ടോപ്പിക്, അല്ലെങ്കിൽ അതല്ല ഇവിടുത്തെ വേർഡ്. കമാൻഡർ ഇൻ ചീഫ് ആണ്. കമാൻഡർ ഇൻ ചീഫ്. കമാൻഡർ ഇൻ ചീഫ് ആണെങ്കിൽ നോർമൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇത് പ്ലൂരൽ ആക്കുമ്പോൾ മെയിൻ വേർഡ് ഏതാണ്? കമാൻഡർ ആണ്. മെയിൻ വേർഡ് ഏതാണ്? കമാൻഡർ ആണ്. സോ ഈ കേസ് എന്തേ വരുള്ളൂ? കമാൻഡേഴ്സ് ഇൻ ചീഫ്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കടാ, പാസർ ബൈ. പാസർ ബൈ പ്രത്യേകിച്ച് പ്രശ്നമില്ല, ഇവിടെ മാറ്റം വരുന്നില്ല. പാസേഴ്സ് ബൈയേ വരുള്ളൂ, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓൺ ലുക്കർ ആണെങ്കിൽ രണ്ട് രീതി പറയാം. ഓൺ ലുക്കേഴ്സ് എന്നും പറയാം, ലുക്കേഴ്സ് ഓൺ എന്നും പറയാം. ഓൺ ലുക്കേഴ്സ് പറയാം, ലുക്കേഴ്സ് ഓൺ എന്നും പറയാം. ഓക്കെ. ഇനി അടുത്ത കാര്യമാണ് മെയ്ഡ് സെർവൻറ്റ്. മെയ്ഡ് സെർവൻറ്റ്. മെയ്ഡ് സെർവൻറ്റ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഏതാണ്? പോയിന്റ് സെർവൻറ്റ് അല്ലേ? സെർവൻറ്റ് അല്ലേ മെയിൻ വേർഡ്? സെർവൻറ്റ് അല്ലേ മെയിൻ വേർഡ്? സോ സെർവൻസിൽ പ്ലൂറലാക്കിയാൽ മതി. സോ എന്ത് ഉത്തരം വരും? സെർവൻസ്. മെയ്ഡ് സെർവൻസ്. ക്ലിയർ അല്ലേടാ? ഓക്കെ. സോ ഇതിൽ ഏറ്റവും കൂടെ ഇമ്പോർട്ടൻറ്റ് സൺ ഇൻ ലോ. ഇവിടെയൊക്കെ സൺസ് ഇൻ ലോ, ബ്രദേഴ്സ് ഇൻ ലോ, കമാൻഡേഴ്സ് ഇൻ ചീഫ്. പാസർ ബൈ ഉള്ളത് പാസേഴ്സ് ബൈ ആവും, ലുക്കേഴ്സ് ഓൺ ആവും, അല്ലെങ്കിൽ ഓൺ ലുക്കേഴ്സ്. ആൻഡ് നെക്സ്റ്റ് മെയ്ഡ് സെർവൻസ്. ക്ലിയർ? അടുത്ത് നോക്ക്. ഓക്കെ, നോക്ക്. അടുത്തത് സ്റ്റെപ്പ് ഡോട്ടർ. സ്റ്റെപ്പ് ഡോട്ടർ എന്നുള്ളത് സ്റ്റെപ്പ് ഡോട്ടേഴ്സ് ആവും. നമ്മൾ പഠിച്ച കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, സ്റ്റാർ ചെയ്ത് വെക്കുക. തെറ്റാൻ ചാൻസ് കൂടുതലാണ്. എടാ, ബുക്ക് ഫെയർ സ്പൂൺഫുൾ. ബുക്ക് ഫെയർ സ്പൂൺഫുൾ. സോ ഇത് പ്ലൂറൽ ആക്കുന്ന സമയത്ത് നമ്മൾ ബുക്സ് ഫെയർ അല്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വേണ്ട. അത് തെറ്റാണ്. ബുക്സ് ഫെയർ വരില്ല. ഏതേ വരുള്ളൂ? ബുക്ക് ഫെയേഴ്സ്. ബുക്ക് ഫെയേഴ്സ്. എടാ, ബുക്ക് ഫെയർ എന്ന് പറഞ്ഞാൽ പുസ്തകമേള. പുസ്തകമേള. ഓക്കെ, പുസ്തകമേളകളാക്കുകയാണ് വേണ്ടത്. അതിന് പ്ലൂറൽ ആക്കുന്ന പുസ്തകമേളകളല്ലേ? സോ മേളകളാണ് അവിടെ പ്ലൂറൽ ആവേണ്ടത്. ഫെയർ ഉള്ളത് എന്തായിട്ട് മാറും? ഫെയേഴ്സ് ആയിട്ട് മാറും. കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവല്ലോ. അടുത്തത് സ്പൂൺഫുൾ. ഇതാണ് അടുത്ത കൺഫ്യൂഷൻ. സ്പൂൺഫുൾ നിങ്ങൾ വിചാരിക്കും മെയിൻ വേർഡ് സ്പൂൺ അല്ലേ, സ്പൂൺസ് ആക്കിയാൽ പോരെ എന്നുള്ളത്. എടാ, നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും. സ്പൂൺഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ്, നമ്മളവിടെ ഏറ്റവും കൂടെ പ്രയോറിറ്റി മീൻസ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ച് സ്ട്രെസ് കൊടുക്കേണ്ട കാര്യം എന്താ? എടാ, ഫുള്ള് എന്നുള്ളതിനല്ലേ. സ്പൂൺഫുൾ എന്ന് പറഞ്ഞാൽ ഒരു നിറഞ്ഞു കിടക്കുന്നത്. സോ ആ നിറയുക എന്നുള്ളതിനല്ല ഇമ്പോർട്ടൻസ്. സോ ആ കേസിൽ ഒരിക്കലും സ്പൂൺ ഒരിക്കലും നിങ്ങൾ പ്ലൂറൽ ആക്കരുത്. പ്ലൂറൽ ആക്കുന്നത് എവിടെയാടാ? ആ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മൾ എംഫസിസ് കൊടുക്കുന്നത് ഈ ഫുള്ളിനാണ്. ഓക്കെ. സോ സ്പൂൺ ഫുൾ എന്നുള്ളത് സ്പൂൺ ഫുൾസ് ആക്കി മാറ്റുക. ക്ലിയർ? സോ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു. സ്റ്റാർ ചെയ്ത് വെക്കുക. ബുക്ക് ഫെയർ എന്നുള്ളത് ബുക്ക് ഫെയർസ് ആക്കുക. സ്പൂൺ ഫുൾ എന്നുള്ളത് സ്പൂൺ ഫുൾസ് ആക്കി മാറ്റുക. സ്പൂൺ ഫുൾ എന്നുള്ളത് തെറ്റാണ്. ഓക്കെ. അടുത്തത് മെമ്പർ ഓഫ് പാർലമെന്റ്. പ്രത്യേകിച്ച് കുഴപ്പമില്ല, നിങ്ങൾക്കറിയാം മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആണ്. ചീഫ് മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റേഴ്സ് ആണ്. ലാൻഡ് ലോർഡ് ലാൻഡ് ലോർഡ്സ്. ഗേൾ സ്റ്റുഡന്റ് എന്നുള്ളത് മെയിൻ വേർഡ് സ്റ്റുഡന്റ് അല്ലേ? സോ സ്റ്റുഡൻസ് ആക്കുക. മാൻ അത്ലറ്റ്. അടുത്ത കൺഫ്യൂഷൻ വരുന്ന ഏരിയ ആണ് ഈ കാര്യങ്ങൾ. ഇത്രയും ശ്രദ്ധിക്കണം. മാൻ അത്ലറ്റ്, വുമൺ അത്ലറ്റ്, മെൻ സർവൻറ്റ്. ഓക്കെ, ഈ മൂന്ന് കേസും ഒരേപോലെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മുന്നിൽ മാൻ അത്ലറ്റ്, അതേപോലെ വുമൺ അത്ലറ്റ്, മെൻ സർവൻറ്റ്. എടാ, നിങ്ങളുടെ മുന്നിൽ മാന് വുമൺ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. മാന് വുമൺ, മാൻ അതേപോലെ വുമൺ. അത് കഴിഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ഉള്ള വേർഡ് നിങ്ങളുടെ മുന്നിൽ ഒരു പ്രൊഫഷൻ ആണ് കാണുന്നതെന്ന് വിചാരിക്കുക. ഒരു പ്രൊഫഷൻ ആണ് കാണുന്നതെന്ന് വിചാരിക്കുക. സോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ മൈൻഡിൽ വെച്ചോ. ഇത് ഒരിക്കലും നിങ്ങൾ മഗപ്പ് ചെയ്യരുത്. ഇത് ഈ രീതിയിൽ കണക്ട് ചെയ്ത്, ഇത് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ. മാൻ വുമൺ അത് കഴിഞ്ഞിട്ട് ഒരു പ്രൊഫഷൻ ആണ് കാണുന്നെങ്കിൽ നിങ്ങൾ രണ്ടും എന്ത് ചെയ്യണം? പ്ലൂറലിലേക്ക് മാറ്റണം. നോക്കണം. മാൻ അത്ലറ്റ് മാറ്റിയ സമയത്ത് മാന് മെന്നായി, അത്ലറ്റ് അത്ലറ്റ്സ് ആയി. ഓക്കെ അല്ലേ? വുമൺ അത്ലറ്റ് ഉള്ളത് വുമൺ ആയി, അതേപോലെ തന്നെ അത്ലറ്റ് അത്ലറ്റ്സ് ആണ്. മാൻ മെന്നായി, സെർവൻസ് ആയി. സോ മാനിന്റെയും വുമണിന്റെയും കൂടെ നിങ്ങൾ ഒരു പ്രൊഫഷൻ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ രണ്ടിന്റെയും പ്ലൂറൽ ആക്കണം. രണ്ടും പ്ലൂറൽ ആക്കണം. സോ ഈ കേസ് ഓക്കെ അല്ലേ? മാൻ അത്ലറ്റ്, വുമൺ അത്ലറ്റ്, മാൻ സെർവൻ. പക്ഷെ നേരെ തിരിച്ച് അതേപോലെ വുമൺ ഹെയ്റ്റർ, മാൻ ഹെയ്റ്റർ, ഇതൊന്നും ഒരിക്കലും പ്രൊഫഷൻ അല്ല. സോ ഇതൊന്നും മാറ്റേണ്ട കാര്യമില്ല. ഇവിടെ ഏതേ മാറ്റുള്ളൂ. ഈ മാൻ ഉള്ളത് മാൻ. ഇത് നിങ്ങൾ നോർമലി ആ ഒരു ലോജിക്ക് ആലോചിച്ചാൽ മതി. മാൻ ഹെയ്റ്റർ എന്താണ്? മനുഷ്യന്മാരെ ഇഷ്ടമല്ലാത്ത ആളുകൾ. സോ മാൻ എന്നുള്ളത് മാൻ തന്നെ ആയിരിക്കും. ഹെയ്റ്റർ മാത്രം മാറ്റിയാൽ മതി. സോ ഇത് നേരത്തെ കണക്ഷൻ ആണ്. ഹെയ്റ്റർ എന്നുള്ളത് റൂട്ട് വേർഡ് മെയിൻ വേർഡ് ഹെയ്റ്റർ ആണ്. സോ ഹെയ്റ്റേഴ്സ്. അതേപോലെ വുമൺ ലവർ എന്നുള്ളത് വുമൺ ലവേഴ്സ്. സോ ബെഡ്റൂംസ് ആണ്. മാൻ ഓഫ് വാർ, മെൻ ഓഫ് വാർ ആയിട്ടുണ്ടാവും. ഓക്കെ. സോ ഇതിൽ ഞാൻ വീണ്ടും പറയുന്നു ഈ 3 പോയിന്റ്: അത്ലറ്റ്, സെർവൻ, അതേപോലെ മാൻ അത്ലറ്റ്. സോ മാൻ വുമൺ കഴിഞ്ഞിട്ട് പ്രൊഫഷൻ ആണ് കാണുന്നതെങ്കിൽ രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടി വരും? പ്ലൂറലിലേക്ക് മാറ്റേണ്ടി വരും. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് റൂൾ നമ്പർ 3. ഓക്കെ അല്ലേ? സോ ഇത് കൃത്യമായിട്ട് എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത റൂൾ. ഓക്കെ, ക്ലിയർ? ശ്രദ്ധിക്കണം. ഇതിന്റെ കൂടെ എക്സെപ്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളൂടെ എഴുതി വെച്ചു. നോക്ക്. ഹാവ് ആൻഡ് ഹാവ്സ് നോട്ട്. സോ ഇങ്ങനത്തെ കേസസും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഹാവ്സ് ആൻഡ് ഹാവ്സ് നോട്ട് എന്ന് പറയുകയാണെങ്കിൽ റിച്ച് ആൻഡ് പുവർ എന്ന് പറയുന്ന സെയിം മീനിങ്. റിച്ച് ആൻഡ് പുവർ. ഈ ഒരു കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു വെക്കുക. ഈ ഒരു കാര്യമാണെങ്കിൽ ഹാവ്സ് ആൻഡ് ഹാവ്സ് നോട്ട് എന്ന് പറയുന്നത് തെറ്റാണ്. നോർമലി ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും ഹാവ്സ് ആൻഡ് ഹാവ്സ് നോട്ട്. ഇവിടെ പ്ലൂറലാക്കേണ്ട കാര്യമുള്ളൂ ഹാവ്സ് എന്നുള്ളത് കാര്യം ഓക്കെയാണ്. അതായത് ഹാവ്സ് നോട്ട് എന്ന് പറയില്ല, ഹാവ് നോട്ട് എന്നേ പറയുള്ളൂ. സോ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഹാവ്സ് ആൻഡ് ഹാവ്സ് നോട്ട് എന്നുള്ളത് ഏതേ പറയുള്ളൂ? ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട് എന്നേ പറയുള്ളൂ. അതേപോലെ വേർ അബൌട്ട് എന്ന് പറയില്ല, വേർ അബൌട്ട്സ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ?
സോ എക്സാമ്പിൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹി റെഫ്യൂസ് ടു ഡൈവേഴ്സ് എനി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഹെർ വേർ അബൌട്ട്സ് ആൻഡ് വേർ അബൌട്ട്. ഏതേ തെറ്റ്? ഇത് തെറ്റാണ്, വേർ അബൌട്ട് എന്ന് പറയില്ല, എന്തേ പറയുള്ളൂ? വേർ അബൌട്ട്സ് എന്നേ പറയുള്ളൂ. ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഇസ് ഡിവൈഡഡ് ഇൻടു ടു ക്ലാസസ്, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, അതേപോലെ ഹാവ്സ് ആൻഡ് ഹാവ്സ് നോട്ട്. ഇത്ര ആലോചിച്ചാൽ മതി. നോട്ടിന്റെ ഇപ്പുറത്തുള്ളത് ഹാവ് ആയിരിക്കും. ഓക്കെ, നോട്ടിന്റെ ഇപ്പുറത്തുള്ളത് ഏതായിരിക്കും? ഹാവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇതിന്റെ ഉത്തരം ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്. ഐ അറ്റൻഡഡ് മൈ സിസ്റ്റേഴ്സ് ഇൻ ലോസ് മാരേജ് യെസ്റ്റർഡേ. സിസ്റ്റേഴ്സ് ഇൻ ലോ എന്ന് പറയോ? സിസ്റ്റേഴ്സ് ഇൻ ലോ എന്ന് പറയോ? നമ്മൾ എന്താ പറഞ്ഞത്? സിസ്റ്റർ ഇൻ, ഈ കേസ് എന്തിലേ മാറ്റുള്ളൂ? സിസ്റ്റർ ഇൻ ലോസ്, സിസ്റ്റർ ഇൻ ലോസ്, അതല്ലേ നമ്മൾ പഠിച്ചത്? സിസ്റ്റർ ഇൻ ലോസ്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേടാ? സോ സൺസ് ഇൻ ലോ എന്ന് പറഞ്ഞ പോലെ സിസ്റ്റേഴ്സ് ഇൻ ലോ, സിസ്റ്റേഴ്സ് ഇൻ ലോ. ഓക്കെ ഓക്കെ, സോ സിസ്റ്റേഴ്സ് ഇൻ ലോ. സോ ഈ ഒരു പോയിന്റും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റിനും കൂടെ നോക്കണം. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2 കേസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഒരു പോയിന്റും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നേരത്തെ ഇതിൽ ചെറിയൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോൾ ഈ ഒരു കേസ് സോ ശ്രദ്ധിക്കണം, ഐ അറ്റൻഡഡ് മൈ സിസ്റ്റേഴ്സ് ഇൻ ലോ. സോ ഈ അപ്പോസ്ട്രോഫി എസ് വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഐ അറ്റൻഡഡ് മൈ സിസ്റ്റർ ഇൻ ലോസ്. ഈ ലോ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് യൂസ് ചെയ്താൽ മതി? അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്താൽ മതി. സോ ഇത് തെറ്റാണ്, ഇത് നിങ്ങൾ നോക്കണ്ട. സോ സിസ്റ്റർ ഇൻ ലോസ് എന്തായാലും പറയില്ലല്ലോ. ഐ അറ്റൻഡഡ് മൈ സിസ്റ്റർ ഇൻ ലോസ്. ഓക്കെ, സിസ്റ്റർ ഇൻ ലോസ് മാരേജ് യെസ്റ്റർഡേ. സോ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ബാക്കി സിസ്റ്റർ ഇൻ ലോ അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് പ്ലൂറൽ ആക്കണ എന്തേ ചെയ്യേണ്ടുള്ളൂ? സിസ്റ്റേഴ്സ് ഇൻ ലോ എന്ന് എഴുതാൻ പറ്റുള്ളൂ. ലോസ് നമ്മൾ എഴുതില്ലല്ലോ. സിസ്റ്റേഴ്സ് ഇൻ ലോ. ഇനി അപ്പോസ്ട്രോഫി എഴുതുകയാണെങ്കിൽ അത് ലാസ്റ്റ് റൂട്ട് എഴുതിയാൽ മതി, ലാസ്റ്റിൽ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ അല്ലേ? സോ ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, അതെല്ലാവർക്കും യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കത് പിൻ ചെയ്ത് വെക്കാം. സോ അടുത്ത റൂൾ നോക്കുക. റൂൾ നമ്പർ 4, ഡോണ്ട് യൂസ് ബ്രദർ ഓർ സിസ്റ്റർ വിത്ത് ദ വേർഡ് കസിൻ. സോ ഇതും വളരെ ഇമ്പോർട്ടൻറ്റ് റൂളാണ്. നോർമലി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതാണ്. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കുക, ശ്രദ്ധിക്കും. ഒരിക്കലും എന്ത് ചെയ്യരുത്? കസിൻ്റെ കൂടെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ യൂസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ബട്ട് ടു സ്പെസിഫൈ ദ ജെൻഡർ വി ക്യാൻ യൂസ് ദ സെന്റൻസ് ആസ് ഫോളോസ്. പക്ഷേ ഒരു എക്സെപ്ഷൻ അവിടെ പറഞ്ഞുതരാം, നമ്മൾ നോർമലി ശ്രദ്ധിക്കാത്ത. അപ്പോൾ ഈ ഒരു റൂൾ അറിയുമെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന റൂൾ ചിലപ്പോൾ മേ ബി അറിയണമെന്നില്ല. സോ ആ ഒരു കാര്യം ഞാൻ ഡൗട്ട് തീർത്തുതരാം. ഇപ്പോൾ നോക്ക്, ഹി ഈസ് മൈ കസിൻ ബ്രദർ. ഹി ഈസ് മൈ കസിൻ ബ്രദർ എന്ന് പറയാൻ തെറ്റാന്ന് പറയാൻ കാരണം, ഇവിടെ ഹി ഓൾറെഡി ജെൻഡർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഹി എന്ന് പറയുന്ന വേർഡിൽ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ജെൻഡർ സ്പെസിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഹി ഈസ് മൈ കസിൻ ബ്രദർ. സോ വീണ്ടും ഈ കസിൻ കഴിഞ്ഞിട്ട് ബ്രദർ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? സോ ഈ നോർമലി ഹി ഈസ് മൈ കസിൻ എന്ന് പറഞ്ഞാൽ മതി. ഹി ഈസ് മൈ കസിൻ ഓൾറെഡി ജെൻഡർ ഹി ആണെങ്കിൽ എന്തായാലും എൻ്റെ കസിൻ ബ്രദർ ആയിരിക്കുമല്ലോ. ക്ലിയർ ആണ്? ഈ നോക്ക്, ഹിയർ ബൈ യൂസിങ് ഹി വി ക്യാൻ ക്ലിയർലി ഐഡന്റിഫൈ ദ ജെൻഡർ. സോ അതേപോലെ തന്നെ ഷീസ് മൈ കസിൻ സിസ്റ്റർ എന്ന് പറയാൻ പറ്റുമോ? ഷീസ് മൈ കസിൻ സിസ്റ്റർ എന്ന് പറയാൻ പറ്റൂല, കാരണം ഇവിടെ ഓൾറെഡി ഷീ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാറ്റം വരുന്നില്ല. ഷീസ് മൈ കസിൻ സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്ററിന്റെ ആവശ്യമില്ല, കസിൻ ആണ്. ശരി, ഇനി അടുത്ത മൂന്നാമത്തെ സെന്റൻസ് ഞാൻ ഇവിടെ എഴുതാം, അതൊന്ന് ശ്രദ്ധിക്കുക. I went to temple with my കസിൻ ബ്രദർ അല്ലെങ്കിൽ കസിൻ സിസ്റ്റർ. 2 കേസും ഒരേപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കസിൻ ബ്രദർ അല്ലെങ്കിൽ കസിൻ സിസ്റ്റർ. സോ ഈ ഒരു സെന്റൻസ് ആണ് നമ്മുടെ എക്സാമിന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഐ വെന്റ് ടു ടെമ്പിൾ വിത്ത് മൈ കസിൻ ബ്രദർ എന്ന് പറയില്ലല്ലോ, അത് തെറ്റല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോ ഇംപ്രൂവ്മെന്റ് ആയിരിക്കും ഉത്തരം. ഓക്കെ, സോ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മേ ബി ഇങ്ങനെ വരാം. സോ എൻ്റെ റൂൾ ഇത്രയാണ്, ജെൻഡർ സ്പെസിഫിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഐ വെന്റ് ടു ടെമ്പിൾ വിത്ത് മൈ കസിൻ ബ്രദർ, ഇവിടെ മൈ കസിൻ ആണെങ്കിൽ ഇവിടെ മൈ കസിൻ മാത്രമേ ഉള്ളെങ്കിൽ കസിൻ ബ്രദർ ആവാം, കസിൻ സിസ്റ്റർ ആവാം, കസിൻ ബ്രദറോ കസിൻ സിസ്റ്ററോ ആയിക്കൂടെ. സോ ആ ഒരു കേസിൽ ജെൻഡർ സ്പെസിഫിക്കേഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ കസിൻ ബ്രദർ എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു തെറ്റില്ല. ഈ ഒരു സെന്റൻസ് ശരിയാണ്. സോ അതാണ് ഈ റൂൾ നമ്പർ 4 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ എല്ലാ ഡൗട്ടും തീർന്നിട്ടുണ്ടാവല്ലോ. കസിൻ ബ്രദർ കസിൻ സിസ്റ്റർ എന്ന് പറയുന്നത് തെറ്റാണ്. ഏത് കേസിൽ? ജെൻഡർ ക്ലാരിഫിക്കേഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ അങ്ങനെ പറയേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷെ നേരെ തിരിച്ച് ജെൻഡർ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ അവിടെ ഏത് കേസ് യൂസ് ചെയ്യാം? കസിൻ ബ്രദർ എന്നോ കസിൻ സിസ്റ്റർ എന്നോ പറഞ്ഞാൽ തെറ്റില്ല. അതാണ് റൂൾ നമ്പർ 4. സോ മഗപ്പ് ചെയ്യാണ്ടിരിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ അല്ലേ? സോ അടുത്ത കേസ് നോക്ക്. അടുത്തത്, ഇറ്റ് വാസ് എ ബ്ലണ്ടർ മിസ്റ്റേക്ക് എന്ന് പറയണ്ട. ബ്ലണ്ടർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് തെറ്റാവാനുള്ള കാരണം എന്ന് പറയുന്നത്. സോ ഈ കേസിൽ നോക്കണം, ഈ കേസിൽ ഇറ്റ് വാസ് എ ബ്ലണ്ടർ എന്ന് പറയുന്നത് നൗൺ ആണ്. അതേപോലെ തന്നെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നൗൺ ആണ്. സോ 2 നൗൺ ഒരിക്കലും അടുത്തടുത്ത് വരില്ല. ഓക്കെ, 2 നൗൺ ഒരിക്കലും അടുത്തടുത്ത് വരില്ല. സോ ഈ കേസിൽ സൂപ്പർഫ്ലുവസ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് വാസ് എ ബ്ലണ്ടർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പർഫ്ലുവസ് ആണ്. സോ ഈ കേസിൽ എന്ത് യൂസ് ചെയ്യേണ്ട? മിസ്റ്റേക്ക് യൂസ് ചെയ്യേണ്ട, ഇറ്റ് വാസ് എ ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? സോ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ദ ആംഗ്രി മോബ്. ഈ മോബ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? അവർ ആംഗ്രി ആണ്. സോ നോർമലി വീണ്ടും ആംഗ്രി മോബ് എന്ന് പറഞ്ഞിട്ട് അത് സൂപ്പർഫ്ലുവസ് ആക്കേണ്ട യാതൊരു കാര്യമില്ല. അതൊന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ?
പിന്നെ പറയാനുള്ള പോയിന്റ് ഇങ്ങനെ വേണേൽ പറയാം. ഇപ്പോൾ ഈ കേസ് ഇങ്ങനെ പറഞ്ഞു വിചാരിക്കും, ഇറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക്. സോ ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക്, ഇറ്റ് വാസ് എ ബിഗ് ബ്ലണ്ടർ, ഇറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക് ശരിയാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇറ്റ് വാസ് എ ബിഗ് ബ്ലണ്ടർ എന്ന് പറയുകയാണെങ്കിൽ സോ വീണ്ടും ബ്ലണ്ടർ എന്ന് പറയുന്നത് തന്നെ വലിയ മിസ്റ്റേക്ക് ആണ്. സോ അവിടെ വീണ്ടും പോയിട്ട് ബിഗ് യൂസ് ചെയ്യേണ്ട, അത് വീണ്ടും സൂപ്പർഫ്ലസ് ആണ്. സോ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്കിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇറ്റ് വാസ് എ ബിഗ് ബ്ലണ്ടർ എന്ന് പറയരുത്. ഓക്കെ അല്ലേ? സോ അതാണ് ഈ കേസ്. ക്ലിയർ? സോ ആംഗ്രി മോബി ഞാൻ പറഞ്ഞു. അതേപോലെ ഹി വാസ് എ കവേർഡ് പേഴ്സൺ. ഓക്കെ, സോ ഇതും ഈ കവേർഡ് എന്ന് പറയുന്ന സെൻസ്, കവേർഡ് എന്ന് പറയുന്ന സെൻസ് നൗൺ ആണ്. കവേർഡ് എന്ന് പറയുന്നത് നൗൺ ആണ്. സോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നൗൺ ആണ്. സോ നേരത്തെ പറഞ്ഞ അതേ റൂൾ തന്നെയാണ്, രണ്ട് നൗൺ അടുത്തടുത്ത് വരില്ല. സോ നോർമലി എന്ത് മതി? ഹീസ് എ കവേർഡ് മതി, അത്രേ ഉള്ളൂ. സോ ഈ കേസിൽ കവേർഡ് നൗൺ അല്ലേ. ഒരു എക്സ്ട്രാ പോയിന്റ് പറയാം. ഇപ്പൊ കവേർഡ്ലി നമുക്കറിയാം, നോർമലി നമ്മൾ LY റൂട്ട് വേർഡ് ആഡ് ചെയ്താൽ എന്തായിട്ട് മാറും? അത് ആഡ്വേർബ് ആയിട്ട് മാറും. ശരിയാണോ? സോ ഇവിടെ നൗണിന്റെ കൂടെ, നൗൺ എന്ന് പറഞ്ഞ കവേർഡ് എന്ന് പറഞ്ഞ നൗണിന്റെ കൂടെ LY കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, NY കൂടെ ആഡ് ചെയ്താൽ കവേർഡ്ലി അല്ലേ കിട്ടുക? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, കവേർഡ്ലി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ്. എന്താണ്? ഒബ്ജക്റ്റീവ് ആണ്. സോ രണ്ട് കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചോ, കുറച്ച് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അഡ്ജക്റ്റീവിന്റെ കൂടെ LY ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? ആഡ്വേർബ് കിട്ടും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നൗണിന്റെ കൂടെ നമ്മൾ LY ചേർത്താലോ, നമുക്ക് കിട്ടുന്നത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ അല്ലേ? സോ ഈ കേസിൽ കവാർഡിന്റെ കൂടെ LY ചേർത്താൽ കവാർഡ്ലി. നമുക്ക് ഏതെങ്കിലും കേസിൽ പാർട്സ് ഓഫ് സ്പീച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ചിലപ്പോൾ എററൊക്കെ മനസ്സിലാവും. അതിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഈ ഒരു റൂളായിട്ട് കണക്ട് ചെയ്തല്ല. നമ്മൾ കവാർഡ്ലി എന്ന് പറയുന്നത്, അല്ലെ കവാർഡ് എന്ന് പറയുന്ന നൗൺ ആണ്, അതിന്റെ കൂടെ LY ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കവാർഡ്ലി എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? സോ ഈ കേസ് ഹീസ് എ കവാർഡ് മതി. കവാർഡ് പേഴ്സൺ എന്നൊന്നും പറയണ്ട, രണ്ട് നൗൺ അടുത്തടുത്ത് വരില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്ക്, നെക്സ്റ്റ്. അടുത്തതും ഇതേ ഒരു പോയിന്റ് ആണ്. പുട്ട് യുവർ സൈൻ അല്ലെങ്കിൽ സിഗ്നേച്ചർ. ശ്രദ്ധിക്കണം. പുട്ട് യുവർ ഇവിടെ നോക്കണം. യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇവിടെ എന്ത് വന്നു? പൊസസീവ് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്, അതിന്റെ ആവശ്യമില്ല. പുട്ട് യുവർ വന്നു കഴിഞ്ഞാൽ നോർമലി വരുന്നത് സിഗ്നേച്ചർ ആണോ സൈൻ ആണോ എന്നുള്ള ഡൗട്ട് വരും. സോ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സൈൻ എന്ന് പറയുന്നത് ഒരു വേർബ് ആണ്. ഓക്കെ ആണോ? സൈൻ എന്ന് പറയുന്ന വേർബ് ആണ്. അല്ലെങ്കിൽ നൗൺ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം മാറി. ആ നൗണിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേഷൻ ആണ്. അതൊരു ഗുഡ് സൈൻ ആണ് അല്ലെങ്കിൽ ഒരു ബാഡ് സൈൻ ആണ്. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്താ? ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് പറയാ. പക്ഷേ നോർമലി സൈൻ എന്ത് യൂസ് ചെയ്യുള്ളൂ? വേർബ് ആയിട്ടേ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ ഈ കേസിൽ നോക്ക്, നമ്മൾ യുവർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേണ്ടത് ഒരു നൗൺ ആണ് വേണ്ടത്. സോ സൈൻ എന്ന് പറയുന്നത് നൗൺ അല്ല. പുട്ട് യുവർ സിഗ്നേച്ചർ, ഒപ്പിന്റെ അർത്ഥമല്ലേ വേണ്ടത്, നമുക്ക് ഇൻഡിക്കേഷന്റെ അർത്ഥം അല്ലല്ലോ. സോ ഈ കേസിൽ ഏതേ സെലക്ട് ചെയ്യുള്ളൂ? സിഗ്നേച്ചറെ സെലക്ട് ചെയ്യുള്ളൂ. സിഗ്നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്. നമ്മൾ ഇടുന്ന സിഗ്നേച്ചർ എന്ന് പറയുന്നത് നൗൺ ആണ്. പക്ഷേ സൈൻ എന്ന് പറയുന്നത് എന്താ? ആ ഒരു പ്രോസസ്സ്, നമ്മൾ ആ സിഗ്നേച്ചർ ചെയ്യുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് സൈൻ, അല്ലെങ്കിൽ അതാണ് വേർബാണ്. ഓക്കെ, സോ സൈൻ വേർബ് നൗൺ, ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലെ? സിഗ്നേച്ചർ ആണ് നൗൺ എന്ന് പറയുന്നത്. സോ സൈൻ വേർബ് ആവാം, സൈൻ നൗണും ആവാം. പക്ഷെ നൗൺ ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറി, അതൊരു ഇൻഡിക്കേഷൻ ആയിട്ട് മാറി. ഇനി അടുത്ത് നോക്ക്, ദ ഡോക്യുമെന്റ് ഷുഡ് ഹാവ് യുവർ ഫോട്ടോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്. സോ ഈ കേസിൽ ഫോട്ടോഗ്രാഫ് ആണ് വരിക. ഫോട്ടോ ഈസ് എ ഇൻടാങ്കിബിൾ ഇമേജ്, നമുക്ക് ഒട്ടിക്കണം എന്നല്ലേ പറയുന്നത്. സോ ആ കേസിൽ ഫോട്ടോഗ്രാഫേ വരുള്ളൂ. ഫോട്ടോഗ്രാഫി ഈസ് എ ഫിസിക്കൽ ഇമേജ്. ഹീസ് എ പിക് പോക്കറ്റ് അല്ലെങ്കിൽ പിക് പോക്കറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഇല്ല, എന്തേ പറയുള്ളൂ? ഹീസ് എ പിക് പോക്കറ്റ് എന്നേ പറയുള്ളൂ. വാട്ട് ഈസ് എ പാസിംഗ് മാർക്സ് എന്നേ പറയില്ല, നമ്മൾ എന്തേ പറയുള്ളൂ? പാസ് മാർക്ക് എന്നേ പറയുള്ളൂ. സോ നോർമലി വരുന്ന തെറ്റുകളാണ്. ഒന്ന് പിക് പോക്കറ്റ്. സോ ഇതാണ് കറക്റ്റ്. പിക് പോക്കറ്റും ശരിയാണ്, അതേപോലെ തന്നെ പാസ് മാർക്സും ശരിയാണ്. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. ഓക്കെ, പാസ് മാർക്ക് ഇതും ശരിയാണ്. പിക് പോക്കറ്റ് എന്ന് പറയില്ല, പാസിംഗ് മാർക്സ് ഒന്നും പറയില്ല. ക്ലിയർ അല്ലേ? സോ ഇതാണ് റൂൾ നമ്പർ. അതുപോലെ ഇവിടെ കുറച്ച് കാര്യമുണ്ട്. ലിങ്കിങ് റോഡ് പറയില്ല, ലിങ്ക് റോഡേ പറയുള്ളൂ. അതേപോലെ തന്നെ ദ ഹൗസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രിക്സ്. നോർമലി നമ്മൾ പറയുന്ന കാര്യമാണ്. ഹൗസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രിക്സ്. ബ്രിക്സ് എന്ന് പറയില്ല. ദ ഹൗസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്തേ പറയുള്ളൂ? ബ്രിക്ക് എന്നേ പറയുള്ളൂ. സോ അടുത്തതായല്ലോ, ലിങ്കിങ് റോഡ് പറയില്ല, എന്തേ പറയുള്ളൂ? ലിങ്ക് റോഡ് എന്നേ പറയുള്ളൂ. ഐ ഓൾറെഡി ഹാവ് ദ എക്യുപ്മെന്റ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അത് പ്ലൂറലാക്കാൻ പറ്റൂല. അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ പ്ലൂറലാക്കാൻ പറ്റില്ലല്ലോ. സോ എക്യുപ്മെന്റേ വരുള്ളൂ. ക്ലിയർ അല്ലേ? ഇൻഫർമേഷൻസ് എന്ന് പറയോ? ഇല്ലല്ലോ, ഇൻഫർമേഷനല്ലേ പറയുള്ളൂ. ദ ട്രെയിൻ വിച്ച് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് വാസ് ക്യാരിങ് സം ആർമി പേഴ്സണൽസ്. സോ ഈ കേസ് നോക്ക്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പേഴ്സണൽ ആണോ പേഴ്സണൽസ് ആണോ? സോ പേഴ്സണൽ ഈസ് സിംപ്ലി പ്ലൂരൽ. സോ അതിന് വീണ്ടും എസിട്ട് പ്ലൂരൽ ആക്കേണ്ട കാര്യമില്ല. സോ നോക്ക്, പേഴ്സൺ എന്ന് പറയുന്നത് നോർമലി പേഴ്സണൽ എന്ന് പറയാം. ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ, അത് അർത്ഥം മാറി. പേഴ്സണൽ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ശ്രദ്ധിക്കുക, പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻഡിവിജ്വൽ, നമ്മുടെ കാര്യം എന്നല്ലേ പറയാം, ഇൻഡിവിജ്വൽ. ഓക്കെ, സോ അടുത്തത് പേഴ്സണൽ. പേഴ്സണൽ പേഴ്സണൽ PERSONNEL. ഇതെന്താണ്? ഇത് പ്ലൂരൽ ആണ്, പ്ലൂരൽ വേർഡ് ആണ്. ഓക്കെ അല്ലേ? സോ അതിനെ വീണ്ടും പോയിട്ട് പ്ലൂരൽ ആക്കേണ്ട കാര്യമില്ല. സോ ഈ പേഴ്സണലിന്റെ അർത്ഥം എന്താണ്? ഓഫീസേഴ്സ് എന്നാണ്. ഓഫീസേഴ്സ് അല്ലെ, ഓഫീസേഴ്സ് എന്നുള്ള മീനിങ് ആണ് പേഴ്സണൽ പറയാം. ഓക്കെ അല്ലേ? സോ ദ ട്രെയിൻ വിച്ച് ക്യാരി സം പേഴ്സണൽ ആണ്, പേഴ്സണൽസ് എന്ന് പറയില്ല. ഓക്കെ, ദ അതോറിറ്റി അല്ലെങ്കിൽ അതോറിറ്റീസ് ഡിഡിൻ പേ ഹീഡ് ടു ഹിസ് മാറ്റർ. എടാ അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആ ഒരു പവറിനെ പറയുന്ന പേരാണ് അതോറിറ്റി. പക്ഷെ ഇവിടെ എന്താണ്? ആ പവറുള്ള ആളുകൾ എന്നാണ് പറയുന്നത്. ഈ ആളുകൾ എന്താണ്? ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. ദ അതോറിറ്റി എന്ന് പറയില്ല, അതോറിറ്റീസ് എന്നേ പറയുള്ളൂ. ഓക്കെ, ദ അതോറിറ്റി ഡിഡിൻ പേ ഹീഡ് ടു ഹിസ് മാറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പവറിനെയാണ് പറയുന്നത്, എന്ത്? അതോറിറ്റി. പക്ഷെ ഇവിടെ എന്താ വരുന്നത്? പവറുള്ള ആളുകളാണ്. ദ ആളുകളെ പറയുകയാണെങ്കിൽ എന്ത് പറയണം? അതോറിറ്റീസ് വേണം. കാരണം അതോറിറ്റി എന്ന് വെച്ചാൽ പവറാണ്, അതോറിറ്റീസ് എന്ന് വെച്ചാൽ പേഴ്സൺസ് ഇൻ പവർ. സോ എന്തേ വരുള്ളൂ? ആ ആളുകൾ എന്ത് തരുന്നില്ല? ഒരു ശ്രദ്ധ തരുന്നില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധ കൊടുക്കുന്നില്ല. സോ നോർമലി യൂസ് ചെയ്യേണ്ടത് അതോറിറ്റീസ് ആണ്. സോ രണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതാണ്. സോ ഈ റൂള് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത് നോക്കുക, റൂൾ നമ്പർ 5. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ല, ഏറ്റവും കൂടുതൽ ടൈപ്പ് ഓഫ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന റൂളാണ്. ശ്രദ്ധിക്കും. സോ ഇത്രയുള്ള പോയിന്റ്. മോഡൽസിന്റെ കൂടെ, മോഡൽസ് പറഞ്ഞാൽ എന്താ? ക്യാൻ, കുഡ്, മേ, മൈറ്റ് അതുപോലത്തെ മോഡൽസ് അല്ലെങ്കിൽ ഈ ഓക്സിലറി വെർബ് എപ്പോഴും എന്തിലേ ഉണ്ടാവുള്ളൂ? ബേസ് ഫോം ഓഫ് വെർബ് ആയിരിക്കും. എന്തായിരിക്കും? ബേസ് ഫോം ഓഫ് വെർബ്. സോ അതിന്റെ കൂടെ എന്ത് യൂസ് ചെയ്യില്ല? ഇൻഫിനിറ്റീവ്. എന്താണ് ഇൻഫിനിറ്റീവ്? 2+V1 ഫോമിലും കാണാൻ പറ്റൂല, അഡ്ജക്റ്റീവ് ആയിട്ടും കാണാൻ പറ്റൂല. ഓക്കെ അല്ലേ? പക്ഷെ മോഡൽസ് എപ്പോഴും എന്തേ വരുള്ളൂ? ബേസ് ഫോം. മോഡൽസ് കഴിഞ്ഞാൽ അതിന്റെ കൂടെ എന്തേ യൂസ് ചെയ്യുള്ളൂ? ഫസ്റ്റ് ഫോം ഓഫ് വെർബ്, ബേസ് ഫോം ആയിട്ടേ വരുള്ളൂ. ഇവിടെ നമുക്ക് യു ഷുഡ് നോട്ട് ബോസ്റ്റിംഗ് ഓഫ് യുവർ അച്ചീവ്മെന്റ്സ് എന്ന് പറയേണ്ട കാര്യമില്ല. എന്തേ പറയുള്ളൂ? യു ഷുഡ് നോട്ട് ബോസ്റ്റ് എന്നേ പറയുള്ളൂ. ING ഫോം ഇടേണ്ട കാര്യമില്ല. V1+ING, V1 ആ ഒരു ഫോം യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് യൂസ് ചെയ്താൽ മതി? ഫസ്റ്റ് ഫോം, V1 ഫോം യൂസ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? സോ വീണ്ടും എഴുതി വെക്കാം, മോഡൽസിന്റെ കൂടെ എന്തേ യൂസ് ചെയ്യുന്നുള്ളൂ? ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. സോ ആ ഫോമേ യൂസ് ചെയ്യുള്ളൂ. The pedestrian should to be cautious അല്ല, should to be 2+V1 കാര്യമില്ല, 2+ ഇൻഫിനിറ്റി ഫോം ആവേണ്ട കാര്യമില്ല. എന്ത് മതി? നോർമൽ ബേസ് ഫോം മതി. ഷുഡ് ബി കോഷ്യസ് വൈൽ ക്രോസിംഗ് ദ റോഡ്. ദ കോൺഫറൻസ് വിൽ ബീൻ ആണോ? സോ ഇതെന്താണ്? ബീൻ അല്ലേ? സോ അതിന്റെ ഫസ്റ്റ് ഫോം എന്താ? ബി ആണ്. ദ കോൺഫറൻസ് വിൽ ബി എ സെലിബ്രേഷൻ ഓഫ് വുമൻസ് അച്ചീവ്മെന്റ്. സോ മോഡൽ കഴിഞ്ഞാൽ ബേസ് ഫോം, മോഡൽ കഴിഞ്ഞാൽ ബേസ് ഫോം. അതേപോലെ തന്നെ മോഡൽ കഴിയുന്നു, ഷുഡ് കഴിഞ്ഞാലും, ഷുഡ് നോട്ട് വന്നു കഴിഞ്ഞാൽ ഒക്കെ അത് തന്നെ കേട്ടോ. ഷുഡ് നോട്ട് വന്നു കഴിഞ്ഞാലും ബോസ്റ്റേ വരുള്ളൂ. ബോസ്റ്റിംഗ് എന്ന് പറയേണ്ട കാര്യമില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേടാ? ഓക്കെ. സോ അടുത്ത് നമുക്ക് വി ഷുഡ് ഹോണസ്റ്റ് ഇൻ അവർ ഡീലിങ്സ്. ഇത് പറയുമ്പോഴേ നമുക്കറിയാം, എടാ ഈ ഒരു സെന്റൻസ് പറയുമ്പോഴേ നമുക്കറിയാം ഇവിടെ എവിടെയോ ഒരു തെറ്റുണ്ട്. അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതെങ്ങനെ ക്ലിയർ ചെയ്ത് പോവാം? വി ഷുഡ് ബി ഹോണസ്റ്റ് ഇൻ അവർ ഡീലിങ്സ്. ഷുഡ് കഴിഞ്ഞാൽ ബേസ് ഫോം എന്തായാലും യൂസ് ചെയ്യണം. പക്ഷെ അത് അങ്ങനത്തെ ഒരു ബേസ് ഫോം ഇവിടെ ഉണ്ടായിരുന്നില്ല. സോ ബി യൂസ് ചെയ്തു. ഷീ മസ്റ്റ് നോട്ട് ടു വേസ്റ്റ് ടൈം. We should not waste time. Okay, so ഈ കേസ് അഞ്ചാമത്, she must not to waste അല്ല, she must not waste time. Okay, she must not waste time. അത് മതി, 2 വേണ്ട. ഓക്കെ, അത് നമുക്ക് ഇവിടെ എഴുതാം. she must not waste time. അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഇത് ആൻസർ അല്ല. സോ ഇതൊക്കെയാണ് വി ഷുഡ് നോട്ട് വേസ്റ്റ് ടൈം. എ ന്യൂ ചാപ്റ്റർ മേ ബീൻ പുട്ട്. കാണുമ്പോഴേ അറിയാം, മേ കഴിഞ്ഞാൽ ഏതേ വരുള്ളൂ? BA വരുള്ളൂ, ഫസ്റ്റ് ഫോമേ വരുള്ളൂ. സോ സിംപ്ലി കുറച്ച് എക്സാമ്പിൾ എഴുതിയെന്നുള്ളൂ. പക്ഷേ ഇത് മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും അറിയുന്ന റൂൾ ആയിരിക്കും. ജസ്റ്റ് ബ്രഷപ്പ് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഫോം ബേസ് എന്തിൻ്റെ കൂടെ? മോഡൽസ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോം ഓഫ് വെർബ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? സോ ഇതാണ് റൂൾ നമ്പർ 5. നെക്സ്റ്റ് റൂൾ നമ്പർ 6. സോ ഇതും അടുത്ത ഏറ്റവും കൂടെ റിപ്പീറ്റ് ചെയ്യുന്ന SSCന്റെ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൂളാണ് റൂൾ നമ്പർ 6. ഈ എവരിബഡി എവരിതിങ് നോബഡി. നോക്കടാ, ശ്രദ്ധിക്കടാ. സോ ശ്രദ്ധിക്കും, ഇതും വളരെ എല്ലാവർക്കും കോമൺലി അറിയുന്നുണ്ടാവും. എന്നാലും ശ്രദ്ധിച്ചു വെച്ചോ. ദ സബ്ജക്ട്സ് എവരിബഡി എവരിതിങ് നോബഡി. സോ ഇതിൻ്റെയൊക്കെ കൂടെ നോബഡി, നത്തിങ്, സംബഡി, സംതിങ്, എനിബഡി, എനിത്തിങ്, ഇവരൊക്കെ എന്താണ്? സിംഗുലർ ആണ്. സോ അവരെന്തേ എടുക്കുള്ളൂ? സിംഗുലർ വെർബേ സെലക്ട് ചെയ്യുള്ളൂ. ഓക്കെ ആണോ? ഇവരെന്തേ സെലക്ട് ചെയ്യുള്ളൂ? സിംഗുലർ വെർബേ സെലക്ട് ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? സോ നോക്ക്, ഈ കേസ് ഫസ്റ്റ് എക്സാമ്പിൾ, എവരിബഡി ഈസ് ഓർ ആർ റെഡി ടു ഡു ഹിസ് ഓർ ദെയർ വർക്ക്. സോ ഈ കേസിൽ എവരിബഡി കാണുമ്പോഴേ നിങ്ങൾക്ക് കത്തണം. എവരിബഡി കണ്ട എന്താണ്? എവരിബഡി ഏതേ സെലക്ട് ചെയ്യുള്ളൂ? ഈസ് ആറിൽ എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അതുപോലെ തന്നെ വെർബും എന്തേ വരുള്ളൂ? സിംഗുലറേ വരുള്ളൂ. സോ ഈസ്, എവരിബഡി ഈസ്, ആർ വരുമോ? വരില്ല. ആർ റെഡി ടു ഡു ഹിസ് ഓർ ദെയർ വർക്ക്, സോ ദെയറേ വരുള്ളൂ. ഇനിയിപ്പോൾ ഈ കേസിൽ ഹിസ് ഓർ ഹെർ ആണെന്ന് വിചാരിക്കും. ഹിസ് ഓർ ഹെർ,
ഹിസ് ഓർ ഹെർ വർക്ക്. സോ നമ്മൾ വിചാരിക്കും രണ്ടും ശരിയാണെന്ന് വിചാരിക്കും. എടാ രണ്ടും ശരിയാണ്. ഇപ്പൊ ദേറും ഹെറും വരികയാണെങ്കിൽ ഹെർ സെലക്ട് ചെയ്യുക, ഹിസും ദേറും വരികയാണെങ്കിൽ ഹിസ് സെലക്ട് ചെയ്യുക. ഇനി ഹിസും ഹെറും മാത്രമാണ് വരുന്നെങ്കിൽ അത്രയും കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറില്ല. ഇങ്ങനെയാണ് വന്നതെങ്കിൽ നിങ്ങൾ വിചാരിച്ചു വെച്ചോ, മനസ്സിൽ വെച്ചോ, ഹിസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഹിസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. സോ അടുത്ത എക്സാമ്പിൾ, എനിബഡി ക്യാൻ ഡു ദ വർക്ക് ഇഫ് ദേ ട്രൈ ഹി ട്രൈസ്. സോ എനിബഡി ക്യാൻ ഡു ദ വർക്ക് ഇഫ് ദേ വന്നു, പക്ഷെ എന്ത് വന്നാൽ മതി? ഇഫ് എനിബഡി എന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് ദേ ആണോ? ദേ എന്തായാലും വരില്ല. ഇഫ് ദേ ട്രൈ വരില്ല, ഇഫ് ഹി ട്രൈസ്. സോ അത് കഴിഞ്ഞാൽ വേർബ് എന്തേ വരുള്ളൂ? സിംഗുലറേ വരുള്ളൂ. സോ ട്രൈസ്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? സോ ഇതൊന്ന് എഴുതി വെച്ചേ. സോ അടുത്തത് മൂന്നാമത്തത്. സോ മൂന്നാമത്തത് നോക്കണം. നത്തിങ് ബട്ട് സം സ്റ്റുഡൻസ് വാസ് പ്രസന്റ്. സോ ഈ മൂന്നാമത്തതും നാലാമത്തതും സെയിം തന്നെയാണ്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എഴുതി പറയാം. സോ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ നോക്കാം. ശ്രദ്ധിക്കുക. സോ ഈ കേസ് ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. നത്തിങ് ബട്ട് സം ബുക്സ് was or were present. ഓക്കെ. സോ രണ്ടാമത്തത് ഞാൻ ഇവിടെ എഴുതാം. He worked hard but he failed. സോ ഇതെന്തിനാണ് ഞാൻ രണ്ടും എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബട്ട് കാണാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് ബട്ട് കാണാൻ പറ്റും. സോ ഇതിന് പാർട്ട് ഓഫ് സ്പീച്ച് എഴുതുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സബ്ജക്റ്റ് അതേപോലെ വേർബ്. സോ ഇത് വേർബാണ്, ഇത് സബ്ജക്റ്റ് ആണ്. സോ ഈ ബട്ട് കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് സബ്ജക്റ്റ് കാണാൻ പറ്റും, വേർബ് കാണാൻ പറ്റും. ഈ സബ്ജക്റ്റ് വേർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ ഒരുമിച്ച് പറയാം? ഒരു കേസിൽ സബ്ജക്റ്റ് വേർബ് ഉണ്ടെങ്കിൽ ഇതൊരു ക്ലോസ് ആണ്, അതേപോലെ തന്നെ ഇതും ഒരു ക്ലോസ് ആണ്. സോ ഇതും ഒരു ക്ലോസ് ആണ്. എടാ രണ്ട് ക്ലോസിന് ആരാണ് ജോയിൻ ചെയ്യുക? രണ്ട് ക്ലോസിനെ ജോയിൻ ചെയ്യുന്ന ആരാണ്? കൺജങ്ഷൻ ആണ്. ആരാണ്? കൺജങ്ഷൻ. ഓക്കെ അല്ലേ? സോ രണ്ട് ക്ലോസിന് യൂസ് ചെയ്യുന്ന കൺജങ്ഷൻ. സോ ഈ കേസിൽ ബട്ട് എന്ന് പറയുന്നത് ആരാണ്? കൺജങ്ഷൻ ആണ്. സോ അവിടുത്തെ കേസിൽ ബട്ട് എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആണ്. ആരാണ്? പ്രിപ്പോസിഷൻ. നത്തിങ് ബട്ട് സം ബുക്സ് വാസ് ഓർ വർ പ്രസന്റ്. ഇത് എന്തിനാണ് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണ്ടിയിട്ടാണ്. ഇവിടെ ബട്ട് കഴിഞ്ഞിട്ട് ആരാണ്? സം ബുക്സ്. സോ ഈ കേസിൽ പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ്, ഈ സം ബുക്സ് എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആണ്. ആരാണ് വരിക? പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആണ് വരിക. പക്ഷേ സോ ബുക്സ് നോക്കിയിട്ട് നിങ്ങൾ വേർ സെലക്ട് ചെയ്യരുതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് നോക്കിയിട്ടല്ല എന്ത് സെലക്ട് ചെയ്യേണ്ടത്? മെയിൻ വേർബ് അല്ലെങ്കിൽ ഇവിടുത്തെ വേർബ് സെലക്ട് ചെയ്യേണ്ടത്. വേർബ് സെലക്ട് ചെയ്യുന്ന ആരാ? മെയിൻ വേർബിനെ നോക്കിയിട്ടാണ്. സോ നത്തിങ് ബട്ട് സം ബുക്സ് വാസ് പ്രസന്റ്. ഇതാണ് അതിന്റെ റീസൺ. സോ റീസൺ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. സോ പ്രിപ്പോസിഷൻ ആയിട്ടാണ് ബട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പോസിഷനിലെ ഒബ്ജക്റ്റ് നോക്കിയിട്ട് എന്ത് സെലക്ട് ചെയ്യരുത്? വേർബ് സെലക്ട് ചെയ്യുന്നത്. വേർബ് എന്ന് പറയുന്നത് മെയിൻ സബ്ജക്റ്റ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ സബ്ജക്റ്റ് ഏതാണ്? നത്തിങ് ആണ്. ഓക്കെ അല്ലേ? സോ ഇത് മനസ്സിലാൻ വേണ്ടി പറഞ്ഞുള്ളൂ. കൺജങ്ഷൻ ആണ്. സോ ഈ കേസിൽ പ്രിപ്പോസിഷൻ ആണെങ്കിൽ എന്താണ്? ഒഴികെ, നത്തിങ് ഒഴികെ എന്നുള്ള മീനിങ് അല്ലേ? സോ ഈ കേസിൽ ഏതേ വരുള്ളൂ? വാസേ വരുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? സോ നോക്ക്. ഓക്കെ, നോക്ക്. സോ ഇവിടെ നത്തിങ് ബട്ട് സം സ്റ്റുഡൻസ് വാസ് പ്രസന്റ്. കറക്റ്റ് അല്ലേ? അതേപോലെ നത്തിങ് ബട്ട് സം ബുക്സ് വാസ് അവൈലബിൾ. അതും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ? സോ നത്തിങ് വന്നു കഴിഞ്ഞാൽ ബട്ട് സം ഒന്നും നോക്കണ്ട, ഈ നത്തിങ് നോക്കിയാൽ മതി. ഓക്കെ, കാരണം ബട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. ഇവിടെയും പ്രിപ്പോസിഷൻ ആണ്. ക്ലിയർ അല്ലേ? സോ അടുത്ത് നോക്ക്. സോ അടുത്തത് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. സംതിങ് ഈസ് ഓർ ആർ അവൈലബിൾ. സോ സംതിങ് എന്താണ്? സംതിങ് ആണ്. സംതിങ് ഈസ് അവൈലബിൾ. നേരത്തെ പഠിച്ചതാണ്. നോബഡി വന്നു കഴിഞ്ഞാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെ നോക്കിയാൽ മതി? ഫസ്റ്റ് സബ്ജക്റ്റ്. സംതിങ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത നോക്ക്. സം തിങ്സ് ഈസ് ഓർ ആർ അവൈലബിൾ. അപ്പോൾ ഈ രണ്ട് കേസസ്. സോ ഇവിടെ സംതിങ് എന്ന് പറയുന്നത് ഒരു വേർഡ് തന്നെയാണ് കേട്ടോ, സംതിങ്. പക്ഷെ ഇവിടെ സംതിങ്സ് ആണ്. സോ ഇവിടെ ഈസ് സെലക്ട് ചെയ്യേണ്ട, ആർ സെലക്ട് ചെയ്താൽ മതി. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ രണ്ടും രണ്ട് കോൺസെപ്റ്റ് ആണ്. സംതിങ് എന്നൊരു വേർഡ് ആണ്. സംതിങ് വന്നു കഴിഞ്ഞാൽ ഏതേ സെലക്ട് ചെയ്യേണ്ടുള്ളൂ? ഈസേ സെലക്ട് ചെയ്യേണ്ടു. പക്ഷേ ഈ കേസ്
തിങ്സ് ഈസ് ഓർ ആർ അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സം തിങ്സ് എന്നാണ്. സോ ഈ തിങ്സ് നോക്കി സെലക്ട് ചെയ്താൽ മതി അല്ലേ. തിങ്സ് നോക്കി കഴിഞ്ഞാൽ 6, സംഭവം കഴിഞ്ഞാലും 6 ആണ്. എവരിബഡി ഹൂ വാണ്ട്സ്, എവരിബഡി വന്നു കഴിഞ്ഞാൽ ഏത് വരുള്ളൂ, എവരിബഡി ഹൂ വാണ്ട്സ് കേക്ക് ഷുഡ് പാസ് ഹിസ് പ്ലേറ്റ് അല്ലേ. സോ എവരി വൺ സെക്ഷൻ. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് അടുത്തത്, എവരി വൺ സെക്ഷൻ എന്ന് പറയോ, ഇല്ല. എവരി വൺ അല്ല, എവരി സെക്ഷൻ ആണ് വരിക. ഓക്കെ, എവരി സെക്ഷൻ, എവരി വൺ എന്ന് പറയില്ല, എവരി സെക്ഷനേ പറയുള്ളൂ. ആ ഒരു പോയിന്റും കൂടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ. സോ അടുത്തത്, ഇനി ഇത് കണക്ട് ചെയ്തിട്ട് വേറെ 3 എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിവിടെ പറയാൻ കാരണം ഇത് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ ടാഗ് ശ്രദ്ധിക്കടാ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ സംബഡി വാസ് പ്രസന്റ്, സംബഡി വാസ് പ്രസന്റ്. സോ വാസ് പ്രസന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ഓക്സിലറി വെർബ് വാസ് ആണ്. സോ ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് വാസ് ആണ്. സോ വാസിന്റ് പ്ലൂറൽ ആണെങ്കിൽ സോറി ഇത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. സോ അത് കൺഫ്യൂഷൻ ഇല്ല, വാസിൻ. അത് കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നത് സംബഡി അല്ലേ, അതുകൊണ്ട് സിംഗുലർ അല്ലേ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആരെയാണ്, പ്ലൂരലിനെയാണ്. സോ വാസിൻ ദേ ആണ് വരിക. ഓക്കെ ആണോ, വാസിന്റ് ദേ, വാസിന്റ് ദേ. സോ ഈ ഒരു പോയിന്റ് ആദ്യം തന്നെ യൂസ് ചെയ്യുക. സോറി വാസ് ആണ്. സോ ഇവിടെ പ്ലൂറൽ അല്ലേ, ദേ വന്നു കഴിഞ്ഞാൽ വാസ് വരില്ലല്ലോ, ഏതേ വരുള്ളൂ, വേറിൻ്റെ വരുള്ളൂ കേട്ടോ. സോ വീണ്ടും എനിക്ക് തിരുത്തിയിട്ടുണ്ട്, സോറി ഫോർ ദാറ്റ്. വേർ ഇൻ ദേ, കാരണം സംബഡി വാസ് ഇൻ ദേ, നമ്മൾ ദേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വാസ് ഉപയോഗിക്കില്ലല്ലോ. സോ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഏത് എ, സംബഡി വാസ് പ്രസന്റ് ക്വസ്റ്റ്യൻ ടാഗ് ഏതേ വരുള്ളൂ, വേർ ഇൻ ദേ വരുള്ളൂ. ഓക്കെ, ഇനി സംതിങ് വാസ് പ്രസന്റ്, സംതിങ് വാസ് പ്രസന്റ്. സോ ഈ കേസോ സംതിങ് വാസ് പ്രസന്റ് ആണ് വരിക, അതേപോലെ നോബഡി വാസ് പ്രസന്റ്. ഈ 3 കണ്ടീഷൻ വരുന്നുണ്ട്. സംബഡി വാസ് പ്രസന്റ് ആണെങ്കിൽ വേർ ഇൻ ദേ, അടുത്ത സംതിങ് വാസ് പ്രസന്റ് ആണെങ്കിലോ ഇതിന്റെ കണ്ടീഷൻ വരുന്നത് സോ എന്താണ്, വാസ് ഇൻ ഇറ്റ് ആണ് വരിക കേട്ടോ. വാസ് ഇൻ ഇറ്റ്, വാസ് ഇൻ ഇറ്റ്. സോ ഇവിടെ കൺഫ്യൂഷൻ വരുന്നുണ്ടാവില്ല. ഇത് എന്താണ്, തിങ്സ്, ഇത് സാധനങ്ങളെ പറ്റി, തിങ്സിനെ പറ്റിയാണ്. പക്ഷെ മോളിൽ എന്താണ്, പേഴ്സൺസിനെ പറ്റിയാണ്. സോ സംബഡി എന്നല്ലേ, സോ ഇത് പേഴ്സൺസിനെ പറ്റിയാണ്. പേഴ്സൺസ് ആണ് പറയുന്നെങ്കിൽ എന്ത് വരണം, വേറിൻ്റെ വരണം. എന്ത് വരണം, വേറിൻ്റെ വരണം. അതേപോലെ നോബഡി വാസ് പ്രസന്റ്, നോബഡി വാസ് പ്രസന്റ് ആണെങ്കിലോ, നോബഡി വാസ് പ്രസന്റ് ആണെങ്കിൽ സബ്ജക്ട് എന്താണ്, സബ്ജക്ട് ആളുകളെ പറ്റി പറയുന്നതാണ്, ആളുകളെ പറ്റി പറയുന്നത് അല്ലേ. സോ ഈ കേസിൽ നോബഡി ക്വസ്റ്റ്യൻ ടാഗ്, നോബഡി എന്ന് പറയുമ്പോൾ ആരുമില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് സെൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരണം, പോസിറ്റീവ് വേണം. സോ ഇവിടെ വാസ് വേണം. സോ ആളുകളെ പറ്റി പറയുകയാണെങ്കിൽ വേർ വരണം അല്ലേ, വേർ ദേ എന്നല്ലേ വരിക, വേർ ദേ. ഓക്കെ ആണോ. സോ റൂൾ നമ്പർ 6, വേർ ദേ. ഇതുവരെ ഓക്കെ എന്ന് വിചാരിക്കുന്നു. നോബഡി വാസ് പ്രസന്റ് വേർ ദേ വരും, സംബഡി വാസ് പ്രസന്റ് വേറിൻ ദേ വരും. ക്ലിയർ അല്ലേ. സോ തെറ്റിക്കണ്ട, ഓക്കെ എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് റൂൾ നമ്പർ 7, ഈച്ച് എവരി ഐദർ നൈദർ എനി നൺ. സോ ഇതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇത് വീണ്ടും അടുത്ത നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ് റൂളാണ്. നണ്ണ് യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് സെൻസിലാണ്, എനി ഉപയോഗിക്കുന്നത് പോസിറ്റീവ് സെൻസിലാണ്. നൈദർ വീണ്ടും നെഗറ്റീവ് സെൻസിൽ, ഐദർ അതേപോലെ ഈച്ച് എവരി മൊത്തം പോസിറ്റീവ് സെൻസിൽ. ഓക്കെ അല്ലേ. ഇനി എവിടെയാണ് വ്യത്യാസം വരുന്നത്, പോസിറ്റീവ് സെൻസിൽ. ഇനി നൈദർ യൂസ് ചെയ്യുന്നത് 2 പേരുടെ കേസിലാണ്. 2 പേരെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമ്മൾ നൈദർ യൂസ് ചെയ്യും. ഇനി 2ൽ കൂടുതൽ ആൾക്കാരുടെ നെഗറ്റീവ് സെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നൈദറിന്റെ ഏട്ടനാണ് ആര്, നൺ എന്ന് പറയുന്നത് 2+. 2ൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയാനാണ് നമ്മൾ നൺ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഐദർ എന്ത് പറയണം, ഐദർ എന്ന് പറയുന്ന കേസ് 2 പേരുടെ കേസാണ്. ഇനി 2ൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് പറയും, എനി അല്ലെങ്കിൽ എവരി അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പറയും. ഇതുവരെ ഓക്കെ അല്ലേ. സോ ഈച്ച് ആൻഡ് എവരി 2 കണ്ടീഷൻ. ഈച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ബോത്ത് അഡ്ജക്റ്റീവ് ആൻഡ് പ്രൊനൗൺ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈച്ചിന്റെയും എവരിന്റെയും കൂടെ നമുക്ക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഈച്ചും എവരി ശ്രദ്ധിക്കടാ, ഈച്ച് എവരി. സോ 2 പോയിന്റ്. ഓക്കെ നോക്ക്. സോ ഈച്ച് ഞാൻ പറഞ്ഞു, ഈച്ച് എന്ന് പറഞ്ഞാൽ പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. പ്രൊനൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും യൂസ് ചെയ്യാം. പക്ഷേ എവരി എന്തായിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്ജക്റ്റീവ് ആയിട്ട്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈച്ച് ഓഫ് ദ ക്ലാസ് നമുക്ക് പറയാം, ഈച്ച് ഓഫ് ദ ക്ലാസസ് അല്ലെങ്കിൽ ഈച്ച് ഓഫ് ദ ക്ലാസസ് നമുക്ക് പറയാം. ശരിയാണോ. സോ ഇവിടെ ഈച്ച് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഈച്ച് എന്ന് പറയുന്നത് പ്രൊനൗൺ ആണ്. പക്ഷെ ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, എവരി ഓഫ് ദ ക്ലാസസ് എന്ന് പറയാൻ പറ്റുമോ, എവരി ക്ലാസ് നമുക്ക് പറയാം, പക്ഷെ എവരി ഓഫ് ദ ക്ലാസസ് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഈ ഒരു മീനിങ്. ഓക്കെ, എവരി ഓഫ് ദ ക്ലാസസ് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് കാരണം എന്ന് പറയുന്നത് എവരി എന്ന് പറയുന്നത് പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, നമുക്ക് പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതേ ഉള്ളൂ, ഈച്ച് മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഒരു കണ്ടീഷൻ. ഓക്കെ, ഇനി അടുത്തത് സോ ഈച്ച് സ്റ്റുഡന്റ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് നമുക്ക് പറയാൻ പറ്റും. 2 കണ്ടീഷൻ, ഈച്ച് സ്റ്റുഡന്റ് എന്ന് പറയാൻ പറ്റും, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയാൻ പറ്റും. പക്ഷേ എവരി സ്റ്റുഡന്റ് എന്ന് പറയുന്ന പോലെ എവരി ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയാൻ പറ്റുമോ, ഇല്ല. അത്രേ ഉള്ളൂ. സോ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ഈച്ച് എന്ന് പറയുന്ന കേസ് 2
രണ്ട് പേരുടെ കേസിലും നമുക്ക് യൂസ് ചെയ്യാം. രണ്ടിൽ കൂടുതൽ ആൾക്കാരുടെ കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈച്ച് ഉപയോഗിക്കാം. പക്ഷെ അതുപോലെ തന്നെ എവരി രണ്ട് പേരുടെ യൂസ് ചെയ്യില്ല. രണ്ടിൽ കൂടുതലാവുന്ന കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? എവരി യൂസ് ചെയ്യുക. സോ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഈച്ചും എവരിയും. ഈച്ച് ആണെങ്കിൽ പ്രൊനൗൺ അതുപോലെ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. രണ്ട് പേരുടെ കേസിലും രണ്ടിൽ കൂടുതലാവുന്ന കേസിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ എവരി രണ്ടിൽ കൂടുതലാവുന്ന കേസിൽ മാത്രമേ വരുള്ളൂ. സോ രണ്ട് പേരുടെ കേസിൽ നമ്മൾ എവരി ഉപയോഗിക്കില്ല. ഓക്കെ, every can be used as only adjective. Each and every can be used as compare things between two or more than two persons അല്ലെങ്കിൽ things. ഇനി അടുത്ത either ആണെങ്കിലോ for two persons or things in positive sentences. ഈ eitherന്റെ ശത്രുവാണ് ആര്? neither എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻസിൽ ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി any ആണെങ്കിലോ for more than two persons things in positive sentenceലേ യൂസ് ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? സോ നോക്ക്, neither ആണെങ്കിൽ for two persons or things in negative sentences. none ആണെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ, neitherന്റെ ഏട്ടൻ എന്ന് വെച്ചാൽ രണ്ടിൽ കൂടുതൽ ആൾക്കാരുടെ നെഗറ്റീവ് സെൻസിൽ എടുക്കുന്നതാണ് നണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കണം. ഈച്ച് ഗേൾ ശ്രദ്ധിക്കുക, ഈച്ച് ഗേൾ. സോ ഈച്ച് ഗേൾ വന്നു കഴിഞ്ഞാൽ ഏതേ വരുള്ളൂ? ഈച്ച് ഗേൾ വന്നു കഴിഞ്ഞാൽ വാസേ വരുള്ളൂ. ഈച്ച് ഗേൾ വാസ് പ്രസന്റ്. ഈച്ച് ഓഫ് ദ ഗേൾസ് ആണെങ്കിലോ ഈച്ച് ഓഫ് ദ ഗേൾ വരില്ല കേട്ടോ. ഇനിയിപ്പോ ഇവിടെ നേരെ മാറ്റിയിട്ട് ഈച്ച് ഓഫ് ദ ഗേൾ ആണെന്ന് വിചാരിക്കും. ഈച്ച് ഓഫ് ദ ഗേൾ ഒരിക്കലും വരില്ല, കാരണം ഓഫ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ആണ്. സോ സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഓഫ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് എപ്പോഴും എന്തായിരിക്കണം? പ്ലൂരൽ ആയിരിക്കണം. ആ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു തരുന്നു. ഈച്ച് ഓഫ് ദ ഗേൾസ് അല്ലേ? സോ അടുത്തത് വേറെ വരണ്ടേ ചിന്തിക്കരുത്, ഈച്ച് നോക്കി സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, എവരി ഗേൾ വാസ് പ്രസന്റ്. എവരി ഓഫ് ദ ഗേൾസ് വാസ് പ്രസന്റ്. എവരി ഓഫ് ദ ഗേൾസ് എന്ന് പറയുന്നത് തെറ്റാണ്, ഇങ്ങനെ പറയാൻ പറ്റൂല, കാരണം എവരി എന്താണ്? പ്രൊനൗൺ ആക്കാൻ പറ്റില്ലല്ലോ. അടുത്തത് ഈച്ച് സ്റ്റുഡന്റ് വിഷസ് ടു കംപ്ലീറ്റ് ഹിസ് ഓർ ഹെർ. ഇപ്പൊ ദേർ എന്തായാലും വരൂല. ഇനി ഡൗട്ട് ഹിസ്സും വരാം ഹെറും വരാം, കാരണം സ്റ്റുഡന്റ് എന്നുള്ള ജെൻഡർ അറിയാത്തതുകൊണ്ട് ഹിസ്സും വരാം ഹെറും വരാം. പക്ഷെ രണ്ടും മാത്രമേ ഉള്ളെങ്കിൽ പ്രയോറിറ്റി ഏതിന് കൊടുക്കുക? ഹിസ്സിന് കൊടുക്കുക. ഹെറും ശരിയാണ്, തെറ്റാണെന്നല്ല, പക്ഷെ രണ്ടും വരികയാണെങ്കിൽ നിങ്ങൾ ഏതിന് പ്രയോറിറ്റി കൊടുക്കുക? ഹിസ്സിന് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി ഈച്ച് ഓഫ് ദ സ്റ്റുഡന്റ്, ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടീഷൻ. ഈച്ച് ഓഫ് ദ സ്റ്റുഡന്റ്, ഈച്ച് ഓഫ് ദ, ഓഫ് വന്നു കഴിഞ്ഞാൽ സെലക്ഷൻ ആണ്, സ്റ്റുഡൻസ് ആണ് ശരി, സ്റ്റുഡന്റ് വരില്ല. കാരണം ഓഫ് വന്നു കഴിഞ്ഞാൽ സെലക്ഷൻ ആണെങ്കിൽ എപ്പോഴും നൗൺ എന്ത് വേണം? പ്ലൂരൽ വരണം. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് വിഷ് അല്ലെങ്കിൽ വിഷസ്. ഈച്ച് ആണ്, സോ അവിടെ സ്റ്റുഡൻസ് വന്നിട്ട് വിഷ് അല്ലേ എന്ന് വിചാരിക്കരുത്, സിംഗുലർ ആണ്, വിഷസ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് വിഷസ് ടു കംപ്ലീറ്റ് ഹിസ് വർക്ക് ഓൺ ടൈം. അടുത്ത് നോക്ക്, എവരി ക്ലാസ് വരികയാണെങ്കിലോ എവരി ക്ലാസ് ഈസ് ഓർ ആർ റെഡി ടു അറ്റൻഡ് ദ സെമിനാർ. എവരി ക്ലാസ് ഈസ് റെഡി ടു അറ്റൻഡ് ദ സെമിനാർ. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? സോ അടുത്തത്, പ്രാക്ടിക്കലി എവരി പാർട്ട് ഓഫ് ദ ബനാന ട്രീ ഈസ് യൂസ്ഡ് ബൈ മാൻ. സോ ഈ കണ്ടീഷൻ നോക്ക്. സോ ഇവിടെ പറയുന്നത് ഈച്ച് പാർട്ട്, മോസ്റ്റ് പാർട്ട്, എനി പാർട്ട്, നോ ഇംപ്രൂവ്മെന്റ്. ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഏത് വരും? പ്രാക്ടിക്കലി എവരി പാർട്ട് ഓഫ് ദ ബനാന ട്രീ ഈസ് യൂസ്ഡ് ബൈ മാൻ. സോ ഈ കേസ് നോക്കുകയാണെങ്കിൽ പ്രാക്ടിക്കലി എവരി പാർട്ട് ഓഫ് ദ ബനാന ട്രീ ഈസ് യൂസ്ഡ് ബൈ മാൻ. സോ എനി പാർട്ട് എന്തായാലും വരില്ല. സോ നോക്ക്, ശ്രദ്ധിക്കണം. സോ എനി പാർട്ട് എന്തായാലും വരില്ല. മോസ്റ്റ് പാർട്ടല്ല, മോസ്റ്റ് വന്നു കഴിഞ്ഞാൽ പാർട്സ് പറയണം. സോ ഇത് എന്തായാലും വരില്ല. സോ ഈച്ച് പാർട്ട്, എവരി പാർട്ട്. സോ ഈ കേസിൽ വരുന്നത് നോ ഇംപ്രൂവ്മെന്റ് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പ്രാക്ടിക്കലി എവരി പാർട്ട് ഓഫ് ദ ബനാന ട്രീ ഈസ് യൂസ്ഡ് ബൈ മാൻ. പ്രത്യേകിച്ച് ഒരു തെറ്റില്ല, നോ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ സംഭവം ശരിയാണ്. നൺ ഓഫ് ദ ടു സ്റ്റുഡൻസ് ഡിഡ് ദ വർക്ക്. നൺ ഓഫ് ദ ടു സ്റ്റുഡൻസ്. അപ്പോൾ എന്താണ്? ടു സ്റ്റുഡൻസ് അല്ല, രണ്ടുപേരുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സോ രണ്ടുപേരുടെ മാത്രം കാര്യം പറയുകയാണെങ്കിൽ നണ്ണിന്റെ അനിയന് യൂസ് ചെയ്താൽ മതി. ആരാടാ? നൈദർ ആണ് അല്ലേ? നൈദർ. അടുത്ത നോക്ക്, മിസ്റ്റർ ശർമ്മ ഹാസ് 3 sons. 3 പേരുണ്ട്. നൈദർ ഓഫ് ദം ഈസ് ഹാർഡ് വർക്കിംഗ്. സോ നൈദർ എന്ന് പറയുന്നത് രണ്ടുപേരുടെ കാര്യമല്ലേ പറയുള്ളൂ. സോ രണ്ടിൽ കൂടുതൽ ആൾക്കാരാണ് ഇവന്റെ ഏട്ടനില്ലേ, നൈദർ യൂസ് ചെയ്യണ്ട. ആരെ യൂസ് ചെയ്താൽ മതി? നണ്ണ് യൂസ് ചെയ്താൽ മതി. നണ്ണിനെ യൂസ് ചെയ്താൽ മതി. അടുത്ത് നോക്ക്, എനി ഓഫ് ദ ടു സ്റ്റുഡൻസ് വിൽ കംപ്ലീറ്റ് ദ പ്രൊജക്ട്. സോ പോസിറ്റീവ് സെൻസ് ആണ്. രണ്ടുപേരുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വരെ ആര് യൂസ് ചെയ്താൽ മതി? ഐദർ യൂസ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നൺ ഓഫ് ദ പെൻസ്. സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നൺ ഓഫ് ദ പെൻസ് ആണ്. നൺ ഓഫ് ദ പെൻസ് ആണെങ്കിൽ നൺ അല്ലേ? സോ ആർ ഒരിക്കലും വരില്ല, ഈസ് ആട്ടോ, ഈസ്. സോ നോട്ട് ചെയ്ത് വെച്ചേക്കാം, വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12. നൈദർ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ. സോ അറ്റൻഡഡ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് നൈദർ നെഗറ്റീവ് ആണ്. സോ എന്ത് വരും? ഡിഡ് എന്തായാലും വരും. ഡിഡ് ഹി അല്ല വരിക. നൈദർ സിംഗുലർ ആണെന്ന് വിചാരിച്ചാൽ ഹി എഴുതരുത്. നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ കേസിനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ ഏതേ വരുള്ളൂ? പ്ലൂരലേ വരുള്ളൂ. ഡിഡ് ദേ. ഓക്കെ, there are 4 worksheets. Please take one of each. You gave me 4 toys and none of them works. They seem broken. Any of them works അല്ല, none of them works. Okay അല്ലേ? സോ ഇതാണ് റൂൾ നമ്പർ 7. അടുത്ത നോക്കടാ, റൂൾ നമ്പർ 8. ബോത്ത് യൂസ്ഡ് ഇൻ പോസിറ്റീവ് സെന്റൻസ്. അതുപോലെ തന്നെ ബോത്തിന്റെ കൂടെ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ് ഏതാ? ആൻഡ് ആണ്. സോ നോട്ട് ചെയ്ത് വെക്കുക. ബോത്തിന്റെ കൂടെ എന്ത് യൂസ് ചെയ്യില്ല? ആസ് വെൽ ആസ് ഒക്കെ തന്ന് ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. അതൊന്നും വരൂല. സോ അതങ്ങ് നോക്കി വെച്ചാൽ മതി. ആസ് വെൽ ആസ്,
വരില്ല. ഓക്കെ, ബോത്തിന്റെ കൂടെ എന്തേ യൂസ് ചെയ്യുള്ളൂ? ആൻഡേ യൂസ് ചെയ്യുള്ളൂ. ബോത്ത് ഈസ് യൂസ്ഡ് ആസ് ബോത്ത് അഡ്ജക്റ്റീവ് ആൻഡ് പ്രൊനൗൺ. അഡ്ജക്റ്റീവ് ആയിട്ടും പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്യും. വി യൂസ് പ്ലൂറൽ ഫോം ഓഫ് വേർബ് വിത്ത് ബോത്ത്. സോ അതിന് എക്സാമ്പിൾ ആണ് ബോത്ത് വേർബ് പ്രസന്റ്. ബോത്ത് വേർബ് പ്രസന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോർമലി എന്താണ് ഇവിടെ ബോത്ത് യൂസ് ചെയ്ത് പ്രൊനൗൺ ആയിട്ടാണ് അല്ലേ. സോ ഇവിടെ വേർബ് ഉണ്ട് അതേപോലെ തന്നെ പ്രസന്റ്. അതേപോലെ ബോത്ത് ഏതായിട്ടാണ് വരുന്നത്? സോ ഇവിടെ വരുന്നത് പ്രൊനൗൺ ആയിട്ടാണ്. ബോത്ത് ദ സ്റ്റുഡൻസ് ആണെങ്കിലോ ബോത്ത് ദ സ്റ്റുഡൻസ് വേർബ് പ്രസന്റ്. ബോത്ത് ദ സ്റ്റുഡൻസ്. സോ സ്റ്റുഡൻസിന്റെ മുന്നേ വരുന്ന വേർഡ് ബോത്ത് ദ സ്റ്റുഡൻസ്. ബോത്ത് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആയിട്ടാണ്. അപ്പോൾ നോർമലി മനസ്സിലാക്കി വെക്കുക, നൗണിന്റെ മുന്നേ ആണെങ്കിൽ അതെന്തായിരിക്കും? ഉറപ്പായിട്ട് അഡ്ജക്റ്റീവ് ആയിരിക്കും. പക്ഷെ ഒന്നെങ്കിൽ പ്രൊനൗൺ അല്ലെങ്കിൽ നൗൺ. സോ ഈ കേസിൽ ഏതേ വരുള്ളൂ? നൗൺ ഇല്ല. അതുകൊണ്ട് ഈ ബോത്ത് എന്ന് പറഞ്ഞാൽ പ്രൊനൗൺ ആണ്. ഈ രണ്ട് കേസും പഠിച്ചു വെക്കുക. ബോത്തിന്റെ കൂടെ എന്തേ യൂസ് ചെയ്യുള്ളൂ? ബോത്തിന്റെ കൂടെ എല്ലാ കേസിലും ആൻഡേ വരുള്ളൂ. അതേപോലെ തന്നെ ബോത്തിന്റെ കൂടെ ആറൊക്കെ വന്ന് കാണാറുണ്ട് കേട്ടോ. ഇതും കൂടെ എഴുതി വെച്ചോ. ബോത്തിനെ നമ്മളെ തെറ്റിക്കാനായിട്ട് ക്വസ്റ്റിന് തരുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ബോത്തിന് വരെ ബോത്ത് ആൻഡ് വന്ന് ഞാൻ പറഞ്ഞല്ലോ പെയർ. അതിന് വരായിട്ട് വരുന്നത് ബോത്ത്, അതേപോലെ തന്നെ ആസ് വെൽ എസ് ബോത്ത് ആസ് വെൽ എസ്. സോ ഇങ്ങനെ പറയില്ല. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ബോത്തിന്റെ കൂടെ ഓർ ഇട്ട് തരും. ഓർ, ബോത്തും ഓറും. ഈ ആൻഡിന് പകരം ഓർ ഇട്ട് തരും. അതും വരില്ല എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അതുപോലെ ബോത്ത് അലോങ് വിത്ത്, അതും തെറ്റാണ്. ബോത്തിന്റെ കൂടെ എന്തേ വരുള്ളൂ? ആൻഡേ വരുള്ളൂ. അതൊറ്റൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ബാക്കി ഈ മൂന്ന് ആൾക്കാർ വേറെ ആര് വന്നാലും അത് തെറ്റാന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, എന്താണ് ശരി? ബോത്തിന്റെ കൂടെ ആര് വരണം? ബോത്തിന്റെ കൂടെ വരേണ്ടത് ആൻഡ് ആണ്. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേ? സോ നോക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാ വരിക? ബോത്ത് ദ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ദ ടീച്ചർ അറ്റൻഡഡ് ദ മീറ്റിംഗ്. തെറ്റാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ബോത്തിന്റെ കൂടെ എന്തേ വരുള്ളൂ? ആൻഡേ വരുള്ളൂ. സോ നമുക്ക് ഈ റൂൾ അറിയില്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് കാണുമ്പോൾ ഒരു തെറ്റും തോന്നില്ല. നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുള്ളൂ. ബോത്ത് ദ സ്റ്റുഡൻസ് ആസ് വെൽ, ശരിയാണല്ലോ, അതിന് പ്രത്യേകിച്ച് തെറ്റൊന്നും ഇല്ല എന്ന് വിചാരിക്കും. പക്ഷെ ആസ് വെൽ ആസ് വേണ്ട, ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് ദ ടീച്ചർ മതി. നൈദർ ഓഫ് ദം വെന്റ് ടു സിനിമ. ഓക്കെ, സോ ഈ കേസിൽ എന്തൊക്കെ വരാം? Neither of them went to cinema. So both of them did not go. Both did not go. Neither did go. No improvement. So ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറ. Neither went to cinema. So maybe ഇങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. Neither, രണ്ട് സെന്റൻസ് എഴുതാം അവിടെ. അപ്പോൾ കൺഫ്യൂഷൻ ക്ലിയർ ആവും. Neither went to cinema. അതേപോലെ neither of them went to cinema. സോ ഈ രണ്ട് കേസും വരികയാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് neither of them went to cinema. സെലക്ഷൻ ഉള്ളിടത്താട്ടോ, സെലക്ഷൻ ഉള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, neither of them. അപ്പോൾ നിങ്ങൾ തോന്നും both did not go, അതേപോലെ തന്നെ both of them did not go. സോ ഈ കേസ് neither മതി. രണ്ടാളും പോയിട്ടില്ല എന്നല്ലേ. സോ ഇതിൽ ഡൗട്ട് വരിക, സി സെലക്ട് ചെയ്യോ അതോ നോ ഇംപ്രൂവ്മെന്റ് സെലക്ട് ചെയ്യോ എന്നായിരിക്കും ചോദ്യം വരിക. സി സെലക്ട് ചെയ്യോ അല്ലെങ്കിൽ ഡി സെലക്ട് ചെയ്യോ. സോ neither of them went to cinema എന്ന് പറയുന്നത് did go. neither did go to the cinema അങ്ങനെയും പറയാം. അതേപോലെ തന്നെ went to cinema, neither of them went to cinema എന്ന് പറയാം. സോ ഈ കേസിൽ സെലക്ഷൻ വരുന്ന കേസ് അങ്ങ് സെലക്ട് ചെയ്താൽ മതി. സോ ഇതിൽ ഉത്തരം എന്ന് പറഞ്ഞാൽ നോ ഇംപ്രൂവ്മെന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ രണ്ടാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി. ബോത്ത് മൈ ബ്രദർ ആൻഡ് മൈ ഫ്രണ്ട്സ്. സോ ഇവിടെ നോക്കടാ, ആൻഡ് ആണ് ആഡ് ചെയ്യുന്നത്. സോ ബ്രദറും അതേപോലെ തന്നെ ഫ്രണ്ട്സും. സോ ഈ കേസിൽ ലവ്സ് വരില്ല, ലവ് വരുള്ളൂ. ഓക്കെ അല്ലേ? ബോത്ത് മൈ ബ്രദർ ആൻഡ് മൈ ഫ്രണ്ട്സ് ലവ് ക്രിക്കറ്റ്. ക്ലിയർ അല്ലേ? സോ ഇതാണ് റൂൾ നമ്പർ, എത്രാമത്തെ റൂൾ ആയിരുന്നു? റൂൾ നമ്പർ 8. അടുത്ത് നോക്കുക റൂൾ നമ്പർ 9. അടുത്ത റൂൾ നമ്പർ 9 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ടു സബ്ജക്ട്സ് ആർ ജോയിൻഡ് ബൈ either or, neither nor, not only but also. സോ ഇതൊക്കെ ഈ പെയർ ആദ്യം അറിഞ്ഞിരിക്കണം. ഐദറിന്റെ കൂടെ ഓർ യൂസ് ചെയ്യും, നൈദറിന്റെ കൂടെ നോർ യൂസ് ചെയ്യും, നോട്ട് ഓൺലിന്റെ കൂടെ ബട്ട് ഓൾസോ യൂസ് ചെയ്യും. സോ ദ വേർബ് വിൽ അക്കോർഡിംഗ് ടു ദ സബ്ജക്ട് നിയറർ ടു ദ വേർഡ്. സോ ഈ റൂളാണ് റൂൾ ഓഫ് പ്രോക്സിമിറ്റി. തൊട്ടടുത്തത് അങ്ങ് നോക്കിയാൽ മതി. റൂൾ ഓഫ് പ്രോക്സിമിറ്റി. ഓക്കെ അല്ലേ? സോ ഇവിടെ നോക്ക്, നൈദർ ദ കളർ ഓർ ദ സൈസ്. നൈദർ ഓർ അല്ല ഇവിടെ വരിക. ഇവിടെ ഏതാ വരിക? നോറ വരിക. നൈദർ ദ കളർ നോർ ദ സൈസ് ഓഫ് ദ ക്ലോത്ത്സ്. സ്യൂട്ട് ആണോ സ്യൂട്ട്സ് ആണോ? അപ്പൊ നമ്മൾ വിചാരിക്കും സൈസ് ഓഫ് ദ ക്ലോത്ത്സ് അല്ലേ, സോ അതുകൊണ്ട് സ്യൂട്ട് അല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാണെന്ന് പറയാൻ കാരണം, ഇവിടെ ആർക്കും ഇമ്പോർട്ടൻസ്, ഇതാണ് ഇവിടുത്തെ മെയിൻ സബ്ജക്ട്. ഇതെന്താണ്? ഇത് പ്രിപ്പോസിഷൻ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ഇത് പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് അല്ലേ? സോ അത് കഴിഞ്ഞാൽ നമ്മൾ പ്രപ്പോസൽ ഒബ്ജക്ട് നോക്കിയിട്ടാണോ നമ്മൾ വേർബ് തീരുമാനിക്കുന്നത്? മെയിൻ ഒബ്ജക്ട് നോക്കിയിട്ടാണ്. സോ സൈസ് എന്ന് പറയുന്നത് സ്യൂട്ട്സേ വരുള്ളൂ. നോട്ട് ഓൺലി റാം ബട്ട് ഓൾസോ ഹിസ് ഫ്രണ്ട്സ്. സോ ബട്ട് ഓൾസോ കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ആളാരാണ്? ഫ്രണ്ട്സ് ആണ്. സോ ഫ്രണ്ട്സിന്റെ നോക്കിയിട്ട് വേണം എന്ത് സെലക്ട് ചെയ്യാൻ? വേർബ് സെലക്ട് ചെയ്യണം. അതാണ് പറഞ്ഞത് റൂൾ ഓഫ് പ്രോക്സിമിറ്റി. തൊട്ടടുത്തിരിക്കുന്ന ആൾ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ വേർബ് സെലക്ട് ചെയ്യും. either the students or the principal എന്ന് പറയുന്നത് agrees.
ഇനി അടുത്ത് നോക്ക് നൈദർ ഓഫ് ദ സ്കൗട്ട് ലീഡേഴ്സ് നോ ഹൗ ടു ട്രാപ്പ് വൈൽഡ് ആനിമൽസ് ഓർ ഹൗ ടു പ്രിപ്പയർ ദം ഫോർ മൗണ്ടിങ്. സോ ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ വിചാരിക്കും നൈദർ അല്ലേ, അതുകൊണ്ട് ഇവിടെ ഓർ മാറ്റിയിട്ട് നോർ അല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ അല്ല തെറ്റ് വന്നത്. നൈദർ ആണെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? നൈദർ ഓഫ് ദ സ്കൗട്ട് ലീഡേഴ്സ് നോസ് എന്നാണ് വരേണ്ടത്. ഓക്കെ, അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ നോക്കണം, നൈദർ ഓഫ് ദ സ്കൗട്ട് ലീഡേഴ്സിൽ ആർക്കും എന്തറിയില്ല. ഒന്നാമത്തെ പോയിന്റ്, എങ്ങനെയാണ് വൈൽഡ് ആനിമൽസിനെ ട്രാപ്പ് ചെയ്യണതെന്നും അറിയില്ല. ഇനി ഓർ ഉപയോഗിച്ചാൽ ഇവിടെ തെറ്റില്ല. നോർ എന്നുള്ളതിന് ഓർ, ഇതിൽ ഈ രണ്ടിലും അറിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മീനിങ്. ക്വസ്റ്റിന്റെ മീനിങ് മനസ്സിലായോ? അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസിന്റെ മീനിങ് മനസ്സിലായോ? ഈ വൈൽഡ് ആനിമൽസ് പിടിക്കാനും അറിയില്ല, അതേപോലെ ഹൗ ടു പ്രിപ്പയർ ഫോർ ദ മൗണ്ടിങ് അതിനും അറിയില്ല. സോ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഈ ഓർ എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഇവിടെ നോർ ആക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ എന്ത് മാറ്റണം? നൈദർ ഓഫ് ദം ലീഡേഴ്സ് നോസ് ആക്കി മാറ്റണം. സോ ഈ ഒരു പോയിന്റ് യൂസ് ചെയ്യുക. പക്ഷേ ഇത്രയും വന്ന് കാണാറില്ല. എപ്പോഴും നൈദറിന്റെ കൂടെ നോർ യൂസ് ചെയ്യുന്നുള്ള കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4. ആൻഡ് ദ ലാസ്റ്റ് റൂൾ, ഇന്നത്തെ ലാസ്റ്റ് റൂളാണ് വേർഡ്സ് ലൈക്ക് 100,000 million dozen. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തേ സെലക്ട് ചെയ്യാവുള്ളൂ? ആർ യൂസ് ഇൻ സിംഗുലർ ഫോം പ്രൊസീഡഡ് ബൈ എ ന്യൂമറിക്കൽ നമ്പർ. ഷീ ഹാസ് ഡൊണേറ്റഡ് 5,000 rupees. 5,000 rupees. സോ ഒരിക്കലും പോയിട്ട് 5,000 rupees എന്ന് പറയില്ല, 5,000 rupees എന്ന് പറയില്ല. ഇതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ റുപ്പീസ് ഓൾറെഡി നൗൺ ആണ്. സോ ഈ നൗണിന് മുന്നേ ഉള്ള ഈ വേർഡ് എന്താണ്? ഇത് അഡ്ജക്റ്റീവ് അല്ലേടാ? ഇത് അഡ്ജക്റ്റീവ് അല്ലേ? അഡ്ജക്റ്റീവ് ഒരിക്കലും എന്താവാൻ പാടില്ല? പ്ലൂരൽ ആവാൻ പാടില്ല. അഡ്ജക്റ്റീവ് ഒരിക്കലും പ്ലൂരൽ ആവാൻ പാടില്ല. സോ ഈ കേസിൽ നൗണിന്റെ മുന്നേ ഉള്ള അഡ്ജക്റ്റീവ് എന്തായിട്ട് യൂസ് ചെയ്യണം? സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് 5,000 rupees എന്ന് പറയാത്തത്. ഷീ ഹാസ് ഡൊണേറ്റഡ് 5,000 rupees. അതുകൊണ്ടാണ് ഇത് തെറ്റായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാൻ ശ്രദ്ധിക്കും. ഷീ ഹാസ് ഡൊണേറ്റഡ് thousands of rupees. സോ നിങ്ങൾ എല്ലാ കേസിലും thousands ആവില്ല എന്ന് വിചാരിക്കേണ്ട. ഇത് ശരിയാണ്. ഷീ ഹാസ് ഡൊണേറ്റഡ് thousands of rupees. ഈ കേസിൽ thousands എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ഒന്നും അല്ല. സോ ഇവിടെ പ്ലൂരൽ എന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല. ഇത് ഓക്കെയാണ്, പ്ലൂരൽ ആണ്. ഓക്കെ ആണോ? സോ ഇവിടെ ഈ ഒരു സെന്റൻസ് ശരിയാണ്. പക്ഷേ ഷീ ഹാസ് ഡൊണേറ്റഡ് ഈ റുപ്പീസിന്റെ മുന്നേ വന്നാലാണ് സീന്. മീൻസ് ഇത്രയേ ഉള്ളൂ, കാണാതെ പഠിക്കേണ്ട. അഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അഡ്ജക്റ്റീവ് ഒരിക്കലും എന്താവില്ല? പ്ലൂരൽ ആവില്ല. ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. സെറ്റ് അല്ലേ? സോ അങ്ങനെയാണ്. ഒരു എക്സാമ്പിളും കൂടെ എഴുതാം. സോ ഈ ഡസൻ വന്നിട്ട് കൺഫ്യൂഷൻ ആവുന്നതാണ്. ഇപ്പോൾ ഷീ ബ്രോട്ട് ഇതൊക്കെ എഴുതി വെച്ചോട്ടോ. ഷീ ബ്രോട്ട് അല്ലെങ്കിൽ ഷീ ബൗട്ട് 2 dozens egg. ഫസ്റ്റ് എക്സാമ്പിൾ 2 dozens eggs. അതേപോലെ ഷീ ബൗട്ട് 2 dozen egg. 2 dozens of egg. 2 dozens of eggs. സോ ഇതും കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ കൺഫ്യൂഷൻ തീരും. നോക്ക്, ഷീ ബോട്ട് 2 dozens eggs. ഇവിടെ എഗ് ആണ് ഇവിടുത്തെ നൗണ്. സോ ഇതാരാണ്? ഇത് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. സോ അഡ്ജക്റ്റീവ് പ്ലൂറൽ ആവാൻ പറ്റുമോ? ഇല്ല. സോ 2 dozen egg എന്നേ പറയുള്ളൂ. പക്ഷേ ഷീ ബോട്ട് 2 dozens of egg എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു തെറ്റുമില്ല. കാരണം ഈ 2നെ കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. 2 കഴിഞ്ഞാൽ പ്ലൂറൽ തന്നെ വേണം. സോ ഇവിടെ അഡ്ജക്റ്റീവ് ഒന്നും അല്ല. സോ ഈ കേസിൽ പ്ലൂറലായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ഇത്രയും നോക്കി കഴിഞ്ഞാൽ റൂൾ നമ്പർ 10 മനസ്സിലാവും. സോ 100, 1000, million, dozen ഒക്കെ വന്നു കഴിഞ്ഞാലും ഇതേ ഐഡിയ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? സോ ഇതാണ് ഇന്നത്തെ ഒരു 10 റൂൾസ്. വല്ലപ്പോഴും എടുത്തൊന്ന് റിവൈസ് ചെയ്യാം. സോ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ എന്ത് കാര്യം ചോദിച്ചാലും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ, ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. റൂൾ നമ്പർ 4, 3, 2, 1. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്, ഇനി ഈ ആദ്യത്തെ ക്ലാസ് കണ്ട് അടുത്തതിലേക്ക് അത് കാണാതിരിക്കരുത്. ഈ ഒരു സീരീസ് കംപ്ലീറ്റ് കാണാം. ഓക്കെ, നമ്മളിതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുക. സോ കൃത്യമായിട്ട് തന്നെ ജസ്റ്റ് എല്ലാ ക്ലാസ്സും ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ് വരെ കാണാം. ബൈ.